നമസ്കാരം. ആണധികാരത്തിന്റെ സകല ഗർവുകളുമായി ആപാദചൂടം വിഹരിക്കുന്ന സിനിമ തെമ്മാടിക്കൂട്ടം. പേര് പവർ ഗ്രൂപ്പ്. മുട്ടിയാൽ തുറക്കാത്ത പെൺവാതിലുകൾ ചവിട്ടിപ്പൊളിക്കുന്ന ക്രിമിനലുകൾ. പെണ്ണിന്റെ മാനത്തിന് മലയാള സിനിമ നൽകിയ പേര് അഡ്ജസ്റ്റ്മെന്റ്. അതിനൊന്നും വഴങ്ങാത്തവരെ അപഹസിച്ച് അപമാനിച്ച് ആക്രമിക്കുന്ന താരലോകം. അപമാനിക്കപ്പെട്ടവർക്ക് തിരശ്ശീലയ്ക്കകത്തേക്കും അപമാനിക്കുന്നവൻ സദസ്സിന് മുന്നിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ത് നീതിയാണ്? ഇത്രയും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടിട്ടാണ്. കാരണം അതിക്രമങ്ങളിൽ സ്വമേധയാ കേസെടുക്കില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. കേസെടുത്ത് അന്വേഷിക്കണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മൊഴി നൽകിയ വനിതകൾ പരാതി നൽകിയാൽ നടപടിയെടുക്കുമെന്ന്. സംഘടിത ആക്രമണത്തിൽ പകച്ചുപോയ മനുഷ്യർ സ്വമേധയാ വരുമെന്ന്. നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തെരുവിൽ ഒരു മുൻനിര നടി വലിച്ചിഴിക്കപ്പെട്ടിട്ട് അത് അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമമുണ്ടായ മുൻ അനുഭവമുള്ള ആ പെൺകുട്ടികൾ സ്വമേധയാ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിഗുരുതരമായ വെളിപ്പെടുത്തൽ 4.5 വർഷം കയ്യിൽ വെച്ചിട്ട് ഇപ്പോൾ പരാതി നൽകാൻ പറഞ്ഞാൽ സ്വമേധയാ മുന്നോട്ട് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇടതുപക്ഷം സ്ത്രീപക്ഷമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയെ കബളിപ്പിക്കുകയാണോ? കേസെടുക്കാൻ തടസ്സമെന്ത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ വിനീത് കുമാർ VS ക്രിമിനൽ അഭിഭാഷകനാണ്. ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി. ഡോക്ടർ MN കാരശ്ശേരി സാമൂഹിക പ്രവർത്തകൻ. ഗായത്രി വർഷ നടി. സോണിയ തിലകൻ്റെ മകളാണ്. അല്പസമയത്തിനകം ചർച്ചയിലുണ്ടാകും. അഡ്വക്കേറ്റ് C ഷുക്കൂർ അഭിഭാഷകനാണ്, നടനുമാണ്. അദ്ദേഹവും അല്പസമയത്തിനകം ചർച്ചയിലുണ്ടാകും. മെയ്തിൽ ദേവികയെ ടെലിഫോണിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഞാൻ അഭിഭാഷകനിലേക്ക് പോവുകയാണ്. ഡോക്ടർ വിനീത് കുമാർ, ഇതിപ്പോൾ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു. ആ കമ്മിറ്റി സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ്. അതൊരു അന്തിമ വാക്കാണ്. ആ കമ്മിറ്റിയാണ് ആത്യന്തികമായി എല്ലാം തീരുമാനിക്കേണ്ടത് എന്ന മട്ടിലാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. അതൊരു സാധാരണ GOയുടെ അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ്. അത് കമ്മീഷനല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്മീഷനായിരുന്നുവെങ്കിൽ ആ റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഗുരുതരമായ തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗൗരവത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാരിന് പോകേണ്ടി വരുമായിരുന്നു. സഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കമ്മീഷനല്ലാതെ അത് കമ്മിറ്റിയാക്കിയതിൽ തന്നെ തുടങ്ങുന്നു വെള്ളം ചേർക്കൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് ഒരു കാര്യങ്ങളിലും പുറത്തേക്ക് വിടാത്തത്, അല്ലെങ്കിൽ കേസെടുക്കാൻ കമ്മിറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതൊരു ശരിയായ നിലപാടാണോ? അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം ഇതിൽ 2017 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന് പ്രത്യേക ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അതിലൊരു ടേംസ് ഓഫ് റെഫറൻസും ഒക്കെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിരുന്നു. അത് ഈ സിനിമാ മേഖലയിൽ, അതായത് കേരളത്തിൻ്റെ സിനിമാ മേഖലയിൽ, ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് വനിതകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അതിക്രമങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് നടികൾക്ക് മാത്രമല്ലാതെ തന്നെ സിനിമാ മേഖലയിലെ എല്ലാ തൊഴിൽ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഈവൻ ഒരു ഇക്വാളിറ്റിയുടെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. മാനസിക ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതും, അതുപോലെ പ്രത്യേകിച്ച് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസുമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മൾ നിയമം ഒന്ന് മനസ്സിലാക്കുക, അതൊരു ഫാക്ട്സ് ഫൈൻഡിങ് കമ്മിറ്റിയാണ്. കൂടാതെ ആ കമ്മിറ്റിയിലൊരു വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ ഒരു സാന്നിധ്യം, ഒരു വത്സല മാഡത്തിൻ്റെ IASൻ്റെ സാന്നിധ്യം, പിന്നെ കൂടാതെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു വനിത, റിട്ടയർഡ് ചീഫ് ഹൈക്കോടതി ജഡ്ജി, പിന്നെ ശ്രീമതി ശാരദ. ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ അനുഭവങ്ങളും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു നിശ്ചയദാർഢ്യമൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് നമ്മളൊന്ന് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലായി. എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിൻ്റെ ഈ 36 മുതൽ 40 വരെയുള്ള പാരഗ്രാഫ് വളരെ വ്യക്തമായിട്ട്, കാരണം ഇപ്പം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തികൾ, അതായത് ഈ കമ്മിറ്റി പബ്ലിക്കായിട്ട് നോട്ടീസ് കൊടുത്തും അല്ലാതെയും ഒക്കെ നിരവധി ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ളവരെ, അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിലേക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ചപ്പോൾ ആദ്യം നല്ലൊരു ഗ്രൂപ്പ് ഇതിനകത്ത് വരാൻ തയ്യാറായില്ല. തുടർന്ന്
വീണ്ടും അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതിലേക്ക്, അതിനകത്ത് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല എന്ന ഉറപ്പ് ഈ കമ്മിറ്റി കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് അവരുടെ ദുരനുഭവങ്ങളും അവിടെ നടക്കുന്നത് നേരിട്ടറിയാവുന്ന കാര്യങ്ങളും വ്യക്തമായിട്ട് അതിനകത്ത് പറയാൻ തയ്യാറായത്. അപ്പോൾ ഈ മൊഴി കൊടുക്കാൻ വന്ന സാക്ഷികളോട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൊടുത്ത ഒരു ഉറപ്പെന്ന് പറയുന്നത്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങൾ എന്താണ് ഞങ്ങളോട് വെളിപ്പെടുത്തിയത് എന്നുള്ള ഫാക്ട്സ് മാത്രമേ ഞങ്ങൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ, അവരുടെ ഒരു ഐഡൻറ്റിറ്റിയും പുറത്ത് വിടില്ല എന്ന ഒരു ഉറപ്പ് കൊടുത്തു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ധൈര്യമായിട്ട് ഒരു വനിത വന്നിട്ട്, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന വനിത വന്ന് തുറന്ന് പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരാതി ഇല്ല, അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ വില്ലിങ് അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടാതെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് 40ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മലയാള സിനിമ വ്യവസായത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി മാത്രമാണ്, ഗിൽറ്റിയെ എക്സ്പോസ് ചെയ്യാനല്ല എന്നാണ് അതിൽ വ്യക്തമായിട്ട് അടിവരയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കൂടാതെ ഇന്നത്തെ ഞാൻ മനസ്സിലാക്കിയത്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഞാനും കണ്ടതാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ വ്യക്തിപരമായിട്ട് ഗവൺമെൻറ്റിന് തന്നെ എഴുതിയിരിക്കുന്നു, എന്നോട് തന്ന വാക്കുകൾ വിശ്വസിച്ചാണ്, ഞാൻ കൊടുത്ത വാക്കുകൾ വിശ്വസിച്ചാണ് അവരെന്നോട് ഇതെല്ലാം വെളിപ്പെടുത്തിയത് ഈ സാക്ഷികൾ. ഇതൊക്കെ തന്നെ ഇരകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ക്രിമിനൽ ഒഫൻസസിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ലല്ലോ. പുതിയ നിയമം അനുസരിച്ച് അങ്ങനെയല്ലേ? ഇരകളുടെ പേര് പറയുന്നില്ല, ഒരു ഘട്ടത്തിലും പറയുന്നില്ല, കോടതിയിൽ പറയുന്നില്ല, FIR-ൽ പറയുന്നില്ല, XOR Y എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഇരയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്, ഇരയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, വേട്ടക്കാരുടെ കാര്യത്തിലല്ല. അത് വേട്ടക്കാരുടേതാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണോ സർക്കാർ എന്നുള്ളതാണ് സംശയം. ഇനി എങ്ങനെ ഈ ഭയക്കുന്ന, പറയാൻ മടിക്കുന്ന, കഷ്ടപ്പെട്ട് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ മനസ്സ് തുറന്നവർ ഇനി കേസിന് വരണമെന്ന് പറയുമ്പോൾ അവർ വരില്ല എന്ന് സർക്കാരിന് ഉറപ്പാണ്. ഇത് ശരിയായ രീതിയാണോ ശ്രീ വിനീത് കുമാർ? അത് സ്മൃതിയുടെ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് അതിനകത്ത് ഒരു വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ എന്തൊക്കെ തന്നെ വേറെ ഏതൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്താലും, ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് മുമ്പോട്ട് പോയി അത് കോടതിയുടെ മുമ്പിലെത്തിയിട്ട് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി ഉറപ്പാക്കണമെങ്കിൽ അതിൻ്റെ നമുക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറയാതെ പബ്ലിക്കിനും സ്മൃതിക്കും വളരെ നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചാർജുള്ള അതിനകത്ത് ഒരു ഇൻഫർമേഷൻ, അത് പ്രഥമ വിവരം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കൊടുക്കാനുണ്ടാകണം. ആ കൊടുക്കാനുണ്ടായി കഴിഞ്ഞാൽ ആ നിയമത്തിൽ പറയുന്നത് പോലെ അത് റെക്കോർഡ് ചെയ്ത് എഴുതിയതിന് ശേഷം ആ പ്രഥമ വിവരം കൊടുക്കുന്നയാൾ ഒപ്പിട്ടിരിക്കണം. അപ്പോഴാണ് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. അപ്പോൾ ആ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ് ഫസ്റ്റ് നടപടി ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിന് ഫസ്റ്റിൽ വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് ഇതിനകത്തൊരു ഇൻഫോർമെൻ്റ് വേണം. ആ ഇൻഫോർമെൻ്റ് ആരായിരിക്കണം എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇൻഫോർമെൻ്റ് ഇല്ലാതെ നമുക്കൊരു ക്രൈം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന പ്രത്യേക സാഹചര്യം. സ്വമേധയാ കേസ് എടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ശ്രീ വിനീത് കുമാർ, ഒന്ന് ഇടപെടുന്നത് ക്ഷമിക്കണം. താങ്കൾ പറയുന്നത് കാര്യങ്ങൾ വിശദീകരിക്കാനാണെന്ന് അറിയാം. പക്ഷേ സർക്കാരിന്റെ മുന്നിൽ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്നേ. മെറ്റീരിയൽ എവിഡൻസ് അടക്കമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ക്രൈം ചെയ്തവരുടെ തെളിവുകൾ സർക്കാർ കയ്യിൽ വെച്ചിട്ട് അത് എന്നേക്കുമായി അത് ഒളിപ്പിച്ചു വെക്കുകയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയാണ് എന്നല്ല, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത് എല്ലാ കാലത്തേക്കും മൂടി വെക്കാൻ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ശ്രീ വിനീത് കുമാർ. ശരിയാ സ്മൃതി, ഞാനത് ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനോ ഒന്നുമല്ല. പക്ഷേ വ്യക്തമായിട്ട് ഇതിനകത്ത് നമുക്കൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമമുണ്ട്. FIR രജിസ്റ്റർ ചെയ്താലേ ഇൻവെസ്റ്റിഗേഷൻ സാധ്യമാകൂ. അപ്പോൾ അത് ആര് ഇൻഫർമേഷൻ കൊടുക്കും? ഇൻഫർമേഷൻ കൊടുത്തിട്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചാർജുള്ള ഓഫീസർക്ക് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയണ്ടേ? പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്താം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇതിനകം പരാതി കൊടുത്തിരിക്കുന്നു. DGPക്ക് ഒരു പരാതി അങ്ങോട്ട് എത്തുകയല്ലേ വേണ്ടത്? പരാതി കൊടുത്തിരിക്കുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തിരിക്കുകയാണ് ജിൻഡോ.
അപ്പോൾ ആ പരാതി DGP ADGPക്ക് കൈമാറിയെന്നാണ് ഞാൻ അറിയുന്നത്. അതിൽ കേസെടുക്കാമോ എന്ന് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് കാളിശ്വൻ രാജിനെ പോലുള്ള പ്രമുഖരായ അഭിഭാഷകരടക്കം സംസാരിച്ചവർ പറയുന്നത് സുമോട്ടോ കേസ് എടുക്കാമെന്നുള്ളതാണ്. ഇതൊരു യുണീക്ക് കേസായി എടുക്കണ്ടേ? ഇത് കാലങ്ങളായി ഒരു സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈമുകളാണ്. അപ്പോൾ അതിന്മേൽ തെളിവുകളടക്കം ഒരു വിഭാഗം അവിടെ വന്ന് ഒരു ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിരിക്കുകയാണ്. ആ തെളിവുകൾ സർക്കാരിൻ്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ, സർക്കാർ അതിന്മേൽ അടയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമല്ലേ ജിൻഡോ? തീർച്ചയായിട്ടും സ്മൃതി, എനിക്ക് നമ്മളോടൊപ്പം സംസാരിക്കുന്ന ഡോക്ടർ വിനീത് കുമാറിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റിനോടൊരു വിയോജിപ്പുണ്ട്. അത് പറഞ്ഞ് ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവരെ ചുമതലപ്പെടുത്തിയത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാനുമാണ്, അല്ലാതെ അവിടെ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ, ക്രൈംസിനെ എക്സ്പോസ് ചെയ്യാനല്ല എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സിനിമാ മേഖലയിലോ ആയിക്കോട്ടെ മറ്റേത് പൊതുമേഖലയിലായും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നടക്കുന്ന ക്രൈമിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശ ധാരണയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായതിൻ്റെ പുറത്താണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ പുറത്താണ്, നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും നേരത്തെ പല ആളുകൾക്കും അറിയാവുന്നതും പറഞ്ഞു കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ വീണ്ടും എഴുതി തയ്യാറാക്കി 295 പേജാക്കി സർക്കാരിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നത്? അവിടെ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ, ക്രിമിനൽ നെക്സസിനെ തുറന്ന് കാണിക്കാൻ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുമ്പോൾ സർക്കാർ അത് 4.5 വർഷക്കാലം മടിക്കുത്തിൽ വയ്ക്കുന്നത് ക്രിമിനൽ പ്രവർത്തനം തന്നെയാണ്. 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. പൊതുപണം പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അതുവരെ നടന്നിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് കാണാനുള്ള അവകാശവും അർഹതയും കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ അത് മറച്ചു വെച്ചത്? അത് ചോദിക്കുമ്പോൾ സർക്കാരിന് വേണ്ടിയിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര തിടുക്കമെന്ന്? 4.5 വർഷക്കാലം ഒരു റിപ്പോർട്ട് സർക്കാർ മടിക്കുത്തിൽ വെച്ച് നടന്നിട്ട് വീണ്ടും അത് ചോദിക്കുമ്പോൾ തിടുക്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ മന്ത്രിക്ക് എന്തിനാണ് ഈ വൻകിടക്കാരെ സംരക്ഷിക്കാൻ ഇത്ര തിടുക്കം എന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. രണ്ടാമത്, കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത് റിപ്പോർട്ട് തടയണം, പൊതുസമൂഹത്തിൽ വരുന്നത് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു? റിപ്പോർട്ട് പുറത്തു വിടുന്നതിനോടൊപ്പമായിരുന്നില്ല, റിപ്പോർട്ട് പരമാവധി പുറത്ത് വരാതിരിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള കാര്യം സംശയത്തിന് അതീതമാണ്. 2, ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ നമ്മുടെ സാംസ്കാരിക മന്ത്രി, അദ്ദേഹം പറയുന്നത് സ്ത്രീ സുരക്ഷയോടൊപ്പമാണ്, സിനിമാ മേഖലയിലെ സ്ത്രീകളോടൊപ്പമാണ് സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയ ഒരു നിർമ്മാതാവ് എന്ന് പറയുന്ന ആളുടെ പേരും സജി എന്നാണ്. ഈ മന്ത്രി സജി ചെറിയാനും ആ നിർമ്മാതാവും ഒക്കെ പറയുന്ന ഒരേ ആർഗ്യുമെൻറ്റ് തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് സജി ഇത്ര പ്രഹസനം കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട്? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണെന്നുള്ള തെറ്റിദ്ധാരണ സർക്കാരിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഈ മന്ത്രി വിചാരിക്കാൻ പാടില്ല. അടുത്തത്, സർക്കാർ സ്വമേധയാ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതല്ല. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അത് വിവരാവകാശ കമ്മീഷണറും കോടതിയുമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആവശ്യപ്പെട്ടു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ WCC എന്നൊരു വാക്ക് എവിടെയും അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഞാൻ കേട്ടില്ല. ഈ അന്വേഷണത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്, കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നത്, അതിനുശേഷം ഇത് പുറത്തുവിടുന്നതിൽ എവിടെയും WCCയുടെ റോൾ പറഞ്ഞു കേട്ടായി കണ്ടില്ല. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പല ഭാഗത്തായി WCC പ്രകീർത്തിക്കുന്നുണ്ട്. ഞാനൊന്ന് ജിൻഡോ, കുറച്ച് നേരമേ ഉള്ളൂ ഗായത്രി, അതുകൊണ്ട് ഞാൻ ഒന്ന് ഗായത്രിയിലേക്ക് പോകുന്നു. ഗായത്രി, നേരത്തെയുള്ള ചർച്ചയിൽ ഗായത്രി പറയുന്നുണ്ടായിരുന്നു ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. സിനിമാ മേഖലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം, സഹകരണം, സഹകരിക്കാത്തവർക്ക് റോളില്ല. ഇതൊക്കെ നേരത്തെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും അതേക്കുറിച്ച് പരാമർശമുണ്ട്. ഗായത്രിക്ക് അത്തരം അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രൊഡക്ഷൻ കൺട്രോളറാണ് അത്തരം ആവശ്യങ്ങൾ പറയുക. അതുകൊണ്ട് നായിക റോൾ കിട്ടാതെ പോയി. അങ്ങനെ കിട്ടാതെ പോയവരും പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടിയവരുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എൻ്റെ ചോദ്യം ഇതാണ്, ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വിവരങ്ങൾ തുറന്നു പറഞ്ഞ 52 പേർ, അവർ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടി കാര്യങ്ങൾ തുറന്നു പറയുന്നതിലേക്ക് എത്തിയത്? ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു, ഇതെന്താണ് ഇവർക്ക് പറയാൻ ഇത്ര മടിയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുകയാണ്. പിന്നെയാണ് ബോധ്യമാകുന്നത്, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. 10 മണിക്കൂറൊക്കെ തുടർച്ചയായി കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ എന്തൊരു ലോകമാണ് എന്ന് അമ്പരക്കുകയാണ് ഹേമ കമ്മിറ്റി. അപ്പോൾ അവർക്ക് പോലും ഞെട്ടലുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്.
എന്തുകൊണ്ടാണ് അവർ പറയാതിരുന്നത്? ഭയം എന്ന അടിസ്ഥാന വികാരം, ഭയമാണ് അടിസ്ഥാന വികാരമായി നിൽക്കുന്നത്. അങ്ങനെ ഭയക്കുന്നവരോടാണ് നിങ്ങൾ കേസ് കൊടുക്കൂ, ഞങ്ങളിതാ കൂടെയുണ്ട് എന്ന് സർക്കാർ പറയുന്നത്. ഇതിൽ കൃത്യമായ അഭിപ്രായം എന്താണ് ഗായത്രി? ഗായത്രിക്ക് എല്ലാവരെയും അറിയാമല്ലോ. ഇപ്പം സ്മൃതി ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാ സിനിമയിലും ഉള്ളതാണ്. ഞാനിപ്പോൾ അത് കഴിഞ്ഞ ഡിബേറ്റിൽ സമ്മതിക്കുകയും ചെയ്തു, നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സിനിമയിൽ മാത്രമുള്ള പ്രവണതയല്ല. ഇതിപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ സിനിമയുടെ പൊതുവായി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സമഗ്രമായി പഠിച്ചൊരു റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞെടുത്ത് ഇതിപ്പോൾ നേരത്തെ നമ്മുടെ അഡ്വക്കേറ്റ് വിനീത് കുമാർ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ അകത്ത് കാര്യം. ഒരാളും ഇത് പറയാൻ തയ്യാറായിരുന്നില്ല. തയ്യാറാവാത്ത സമയത്ത് അവർക്ക് കൊടുത്ത ഗ്യാരണ്ടി, ഇത് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പേര് ഒരു തരത്തിലും ഈവൻ നിയമത്തിന് മുന്നിൽ പോലും നിങ്ങളുടെ പേര് വരില്ല എന്നൊരു അഷുറൻസിലാണ് പറഞ്ഞത്. കഴിഞ്ഞ ഡിബേറ്റിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മറ്റേതെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ നടക്കുന്ന സാധാരണക്കാരൻ്റെ ഒരു ക്രൈം, സാധാരണക്കാരൻ്റെ മനുഷ്യാവകാശങ്ങളില്ല എന്നൊന്നും അതിനെ വക്രീകരിക്കരുത്. അങ്ങനെയല്ല ഇത്. 96 വർഷത്തെ സിനിമാ ചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ്. 96 വർഷത്തെ സിനിമ മലയാളി സമൂഹത്തെ മോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സാംസ്കാരിക മണ്ഡലത്തിന്റെ കഥയാണിത്. അത് തീർച്ചയായും ഗായത്രി പറഞ്ഞത് ശരിയാണ്. ഗായത്രി, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. ഗായത്രി, ഞാൻ ചോദിക്കുന്നത് വർത്തമാന കാലത്തിൽ ഇപ്പോൾ എന്ത് തിരുത്തു വരുത്താമെന്നുള്ളതാണല്ലോ. യെസ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വർത്തമാനകാലം നമ്മൾ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇന്ന് വരെയുള്ള നമ്മുടെ മലയാള സമൂഹത്തെ മോൾഡ് ചെയ്ത സാംസ്കാരിക ഇൻഫ്ലുവൻസേഴ്സാണ് ഇവർ, കൾച്ചറൽ ഇൻഫ്ലുവൻസേഴ്സാണ്. ഈ കൾച്ചറൽ ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാവരെയും നമ്മൾ ആ രീതിയിൽ ഒരു ദിവസം കൊണ്ട് കേസെടുത്ത് അകത്താക്കുക എന്ന് പറയുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ സ്മൃതി പറഞ്ഞ ഇനി ഏറ്റവും കർക്കശത്തോടെ ഞാനൊരു നിർദ്ദേശം, എൻ്റെ ഒരു അഭിപ്രായത്തെ പറയാം. ഇനി ഏത് തരത്തിലും സ്ത്രീകളെ ലൈംഗികമായിട്ടോ അഥവാ സാമ്പത്തികമായിട്ടോ പുരുഷന്മാരുൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകളെയോ ടെക്നീഷ്യനുകളെയോ തൊഴിലാളികളെ, നമ്മൾ സമഗ്രമായി പറഞ്ഞ തൊഴിലാളികളെ ഏതെങ്കിലും തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യപ്പെട്ടു എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സിനിമയും ഇവിടെ റിലീസ് ചെയ്യാൻ നിയമം അനുവദിക്കരുത്. ഇനി അങ്ങനെ ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്യപ്പെടില്ല. അത്തരം ചൂഷണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്യപ്പെടില്ല എന്നൊരു ഇച്ഛാശക്തിയിൽ ഒരു തീരുമാനം എടുക്കാൻ സർക്കാരിന് കഴിയും. അത്തരമൊരു നിയമം കൊണ്ടുവരാൻ കഴിയും. ഇതെല്ലാം വെച്ചിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അല്ല, തീർച്ചയായിട്ടും ഒരു മിനിറ്റ് തരൂ. അല്ല, പരാതി വരികയല്ല കാര്യം. സിനിമ നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോക്കസിൽ നിന്ന് സിനിമയെ കാണുന്ന ഫോക്കസ് ഒന്ന് മാറ്റിവെക്കണം. കാരണം സിനിമ സാംസ്കാരിക നയത്തിൻ്റെ അണ്ടറിൽ മാത്രം വരുന്നൊരു കാര്യമല്ല. സിനിമ ആത്യന്തികമായി വ്യവസായ മേഖലയാണ്. അപ്പോൾ അത് വ്യാവസായിക വകുപ്പിൻ്റെ കൺട്രോളിൽ കൂടി വരണം. സിനിമ തൊഴിലാളികളുടെ ഇടമാണ്, തൊഴിൽ പരിരക്ഷകൾ ഉണ്ടാവണം. അപ്പോൾ തൊഴിൽ വകുപ്പ് അതിനകത്ത് വരണം. സിനിമ ഏറ്റവും കൂടുതൽ റവന്യൂ സർക്കാരിലേക്ക് കൊണ്ടുവരുന്ന ടാക്സ് ഉള്ള ഒരു മാധ്യമമാണ്. ധനകാര്യ വകുപ്പ് ഓൾറെഡി ഇൻബിൽട്ടാണ് അതിൽ, ധനകാര്യ വകുപ്പുണ്ട്. അപ്പോൾ സാംസ്കാരിക വകുപ്പിനെ മാത്രം എടുത്തു നിർത്തിയിട്ട് അവിടെ മാത്രമാണ് സിനിമയുടെ നയങ്ങളുടെ രൂപീകരണം ഉണ്ടാവുക എന്ന് പറയുന്ന കാഴ്ചപ്പാടെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇന്നത്തെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനത്തിൽ വിവിധ വകുപ്പുകളുടെ അണ്ടറിൽ വരുന്ന വിവിധ സ്വഭാവങ്ങളുള്ള, ചായ ഉണ്ടാക്കുന്ന ആൾ മുതൽ സംവിധായകൻ വരെ, ഉടുപ്പ് തുന്നുന്ന ആൾ മുതൽ ഉടുപ്പ് ഇടിയിക്കുന്ന ആൾ വരെ, ഷൂ തുടച്ചു കൊടുക്കുന്ന ആൾ മുതൽ പ്രൊഡക്ഷൻ കൺട്രോളർ വരെ, അക്കൗണ്ടൻ്റ് വരെ, ലീഗൽ ഓഫീസർ വരെ, അങ്ങനെ വളരെ അധിക സ്വഭാവ വിശേഷങ്ങളുള്ള ഒരു 50ഓളം തൊഴിൽ ഇടങ്ങളെ ഒന്നിച്ച് നമ്മൾ ഒരു കോംപ്ലക്സ് മീഡിയ ആയിട്ട് എടുത്ത് കൊണ്ടുവരുമ്പോഴാണ് ഒരു സിനിമ എന്ന് പറയുന്ന കാര്യം പൂർണ്ണമാവുക. അത്തരം വിവിധ സ്വഭാവങ്ങളുള്ള, സമാന സ്വഭാവങ്ങളില്ലാത്ത, സമാന രീതികളെ ഇല്ലാത്ത ഒരു തൊഴിലിൻ്റെ ഒരു ഗ്രൂപ്പാണ് സിനിമയിൽ ഇടപെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓരോ ഇടങ്ങളെയും കണ്ടുകൊണ്ടുള്ള സമഗ്രമായ ഒരു നയം സിനിമയ്ക്ക് ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമാണ് സിനിമയിലെ എല്ലാ കാര്യങ്ങളും സ്ത്രീ മാത്രം നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു നല്ല നാളേക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാവുന്ന കാര്യമൊക്കെയാണ്.
തൊഴിലിടത്തിൽ ലൈംഗിക ആക്രമണം ഉണ്ടായാൽ ഏത് തരത്തിലാണ് ശിക്ഷ എന്നുള്ളത് ഇവിടെ നമുക്കൊരു നിയമമുണ്ടെന്നേ. ആ നിയമം ബാധകമാകാത്ത ഒരു തൊഴിലിടമാണോ സിനിമ എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ ചോദ്യം. ഇപ്പോൾ ഹേമ കമ്മിറ്റി പറയുന്ന ആത്യന്തികമായ വാക്കാണ്, അവസാന വാക്കാണ് എന്നുള്ളത്. ഒരു മിനിറ്റ് ഗായത്രി, ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി വളരെ ശ്രദ്ധിച്ച് ഈ പറയുന്നതുപോലെ ടൈപ്പ് ചെയ്ത് പോലും അവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഒരാൾ പോലും അത് ചോർത്താതിരിക്കാനാണല്ലോ. ആ ഘട്ടത്തിലൊന്നും അവർ മാധ്യമങ്ങളോട് പോലും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിനൊക്കെ കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തുക എന്നുള്ളതാണ്. പക്ഷേ തിരുത്തുന്നതിന് മുൻപായിട്ട് ഇതിൽ പറയുന്ന പുഴുക്കുത്തുകൾ ഇവരെയൊക്കെ വടി കാണിച്ചത് അടി തരാൻ പോകുന്നു എന്ന് പറയാൻ നേരെയാവുന്നതാണോ ഗായത്രി വിചാരിക്കുന്നത്? അങ്ങനെ ചെയ്യുന്നവരാണോ? അങ്ങനെയല്ലല്ലോ. അടക്കി ഭരിക്കുന്ന 15 പേർ ക്രിമിനലുകളാണ്, ക്രിമിനൽ രീതിയിൽ തന്നെ അവിടെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്ന ഈ 15 പേരെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾക്കെതിരെ ഇത്ര ആരോപണങ്ങളുണ്ട് എന്ന രൂപത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുന്നില്ല. അവരെ കൂടി വിളിച്ചിരുത്തിക്കൊണ്ടുള്ളൊരു കോൺക്ലേവാണ് ആലോചിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? ഒരു മേഖലയിലും ഇല്ലാത്ത ഒരു പ്രത്യേക സംവിധാനം സിനിമാ മേഖലയ്ക്ക് അങ്ങനെയുണ്ടോ? ഒരു മേഖലയിലും ഇല്ലാത്ത പ്രത്യേക സംവിധാനങ്ങൾ സിനിമയ്ക്കുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. അത് നിയമം കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിൻ്റെ അകത്തല്ല. സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയുടെ സ്വഭാവത്തിനകത്ത് ഒരുപാട് വൈശിഷ്ട്യങ്ങളുണ്ട്. 96 വർഷം നടന്നു വന്ന ഒരു വ്യാവസായിക തൊഴിൽ മേഖലയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടുന്നത്. അപ്പോൾ അത് ഈ കോൺക്ലേവിനകത്ത് ഈ 15 പേരുടെ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അതൊക്കെ ഒറ്റയടിക്ക് ഈ 15 ഗ്രൂപ്പെ മുന്നിൽ നിർത്തി ഇത് നമ്മൾ ഈ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കണ്ട പോലെ തന്നെ ഒരു കൗതുകത്തിന് ഓരോരുത്തരുടെയും മുഖം ഇന്നതാണെന്ന് പറയുന്നിടത്ത് നമ്മളുടെ ചർച്ചയുടെയും നമ്മളുടെ കൗതുകവും തീരും. അതുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാവുന്നില്ല. പക്ഷേ വളരെ സമഗ്രമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനിമയിൽ എത്ര രൂപയുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്? ഒരു സിനിമ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഒരു സിനിമ പ്രൊജക്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത് 10 കോടിയോ 100 കോടിയോ 1000 കോടിയോ മുടക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ക്യാഷ് ഫ്ലോയിൽ എത്ര രൂപ അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്? അപ്പോൾ പണം തന്നെയാണ് അധിപൻ. പണം കൈകാര്യം ചെയ്യുന്നിടത്താണ് അധികാരം. അതിന് മാർക്കറ്റിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നടൻ ആരോ, അല്ലെ മാർക്കറ്റിൽ ആർക്ക് വിലയുണ്ടോ അവനാണ് ഇൻഫ്ലുവൻസർ, അവനാണ് അധികാരി. ഇരകളുടെ വാക്കിന് വില കൽപ്പിക്കാത്തത് അത് പലരും മൊഴിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ ഉള്ളവർക്കെതിരെ പരാതിയുമായി ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ നിലവിൽ അങ്ങനെ ഇപ്പം അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ 15 പേര് മാറ്റി നിർത്തിയാൽ അടുത്ത 15 പേര് വരും മാർക്കറ്റിൽ വിലയുള്ളവർ, അടുത്ത 15 പേര് വരും കയ്യിൽ പൈസയുള്ളവർ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അല്ലാതെ സിനിമയുടെ ക്രയവിക്രയങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിനിമ ഒരു പ്രൊജക്റ്റായി എടുക്കുമ്പോൾ ഒരു സിനിമ രജിസ്റ്റർ ചെയ്യുന്നിടത്തുള്ള ആധികാരികത ഉൾപ്പെടെ ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന പ്രൊജക്റ്റ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? സിനിമ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ FFKയിലോ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കോടികൾ മുതൽ മുടക്കും, കോടികൾ ഫ്ലക്ച്വേഷനും, കോടികൾ വരുമാനം സർക്കാരിനുമുള്ള നമ്മളൊരു സാധാരണ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഒരു 10 ലക്ഷം രൂപ മുടക്കിയിട്ടൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ഇത്രയധികം ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? അപ്പോൾ ആ രജിസ്ട്രേഷൻ മുതൽ പ്രോജക്റ്റിൻ്റെ കൺസെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യം ഗവൺമെൻറ് ആധികാരികതയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിന് കൃത്യമായ ചട്ടങ്ങളിലേക്ക് വരികയാണ് ആവശ്യം. അല്ലാതെ ഒരു കൗതുകത്തിന് കുറേ പേരുടെ മുഖം വലിച്ചു കയറി കുറേ പേരെ ശിക്ഷിച്ചു. അതൊരു കൗതുകമേ അല്ല. അതെങ്ങനെയാണ് ഗായത്രി അത് കൗതുകം എന്ന് പറയുന്നത്? അത് കൗതുകം എങ്ങനെയാണ് ആകുന്നത്? നോക്കൂ, പോക്സോ കേസുകൾ അടക്കമുണ്ട്. ഗായത്രി, അതിനെ എങ്ങനെ ചുരുക്കി കാണാൻ പറ്റും? ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പോക്സോ കേസുകൾക്കെതിരെ നിലവിലെ നിയമം എന്താണ്? നിലവിലെ നിയമം ഇതില്ലാതാവണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കേസ് സിനിമാ മേഖലയിലുള്ളവർക്ക് ഗുണപാഠം കൊടുക്കുക, പുറത്തുള്ളവരെ ജയിലിലടയ്ക്കുക, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. സ്മൃതി ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞു നമ്മൾ ഇരയുടെ പേര് പറയില്ല. നമ്മൾ പ്രമുഖ നടിയുടെ പ്രശ്നം നടന്നപ്പോൾ പ്രമുഖ നടിയുടെ പേര് ഇന്ന് വരെ നിങ്ങൾ ഒരു മാധ്യമത്തിൽ ഒരു അവതാരകരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രമുഖ നടി ആര്, എന്ത്, എങ്ങനെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ പൊതുജനത്തിലും അറിയാം. ഇത് തന്നെയാണ് ഇവിടെ ഓരോ ഇരകൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അതിനെ എന്താ നിങ്ങൾ ചുരുക്കി കാണുന്നത്? അതിനെ എങ്ങനെയാണ് നിങ്ങൾ ചുരുക്കി കാണുന്നത്? അല്ല, അങ്ങനെ ഒറ്റ കേസായതുകൊണ്ടോ? അങ്ങനെ പറയരുത് ഗായത്രി. ഇതിപ്പോൾ ഒരുപാട് കേസുകളുണ്ട്, 1, 2 അല്ല. അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നടി ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ കൊട്ടേഷൻ കൊടുത്തൊരു ബലാത്സംഗം ചെയ്യുന്ന കേസ് എന്ന നിലയ്ക്ക് അത് ശ്രദ്ധേയമായി ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. അതിനൊടുവിൽ എന്ത് സംഭവിച്ചു? അവൾ തന്നെ അവളുടെ പേര് വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പേര് തന്നെ പറഞ്ഞോളൂ എന്ന് പറയുന്നതിലേക്ക് ആ ധൈര്യം വരികയാണ്.
എന്നെ അതിജീവിത എന്ന രൂപത്തിൽ പറയേണ്ട എൻ്റെ പേര് തന്നെ പറയൂ എന്ന് അവർ തന്നെ പറയുകയാണ്. നിയമം മറ്റൊന്നാണെങ്കിലും ആ ധൈര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അതൊരു അങ്ങനെ എത്ര പേരുണ്ട്. ആ ധൈര്യം ഉണ്ടാവണമെന്നില്ല. ആത്മഹത്യ ചെയ്യപ്പെടുന്ന എത്ര പേരുണ്ടാവും. പിന്നെ ഒരുപാട് കേസുണ്ടെന്ന് സ്മൃതി പറഞ്ഞു. ശരി, ഒരുപാട് കേസ്. ഈ ഒരുപാട് കേസുകളും ഓരോന്നും ഓരോരോ കേസാണ്. എനിക്ക് എൻ്റെ കേസാണ്, എക്സിൻ്റെ കേസാണ്, സ്മൃതിക്ക് സ്മൃതിയുടെ കേസാണ്. ഓരോന്നും ഓരോരുത്തരാണ്. അപ്പം ഇതിൽ എത്ര പേര് ആത്മഹത്യ ചെയ്യും എന്ന് നമ്മൾ ഇപ്പോഴേ കാണേണ്ടത്. അതെങ്ങനെയാണിത്? ഈ അവർക്ക് നീതി കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് എന്തിനു ചിന്തിക്കണം ഗായത്രി? അവർക്ക് നന്നായി ജീവിക്കാനുള്ള, നന്നായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവരെന്തിനു ആത്മഹത്യ ചെയ്യണം ഗായത്രി? സ്മൃതി എത്ര ബാലിശമായിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കാരണം ഇന്നലെ ചെയ്തു പോയ അല്ലെങ്കിൽ ഇന്നലെ നടന്നുപോയ ഒരു ക്രൈമാണ്, ഡെഫിനറ്റ്ലി ക്രൈമാണ്. പക്ഷേ ആ ക്രൈമിൽ അറിഞ്ഞോ അറിയാതെയോ ഇരയാക്കപ്പെടുകയും ആ ക്രൈമിൽ ഞാൻ ഇൻവോൾവ് ആവുകയും ചെയ്ത ആൾ, മീ ടു കേസ് എവിടെ എത്തി? മീ ടു പറഞ്ഞ ആരെയെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്തു? മീറ്റു പറഞ്ഞവരെ എല്ലാം അവസാനം അധിക്ഷേപിക്കുന്ന ഇടത്തേക്ക് നമ്മൾ എത്തിയില്ലേ? അവൾ നിന്നു കൊടുത്തിട്ട് അവസാനം ഇപ്പം ഇത് പറയുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തീർത്തില്ലേ? ഇതാണ് പെൺകുട്ടികളുടെ അവസ്ഥ, സ്ത്രീകളുടെ അവസ്ഥ. ഈ സമൂഹത്തിൽ എപ്പോഴും അധിക്ഷേപിക്കാൻ കൂടുതൽ ഇഷ്ടം, ഇൻറ്റൻസ് ആയിട്ട് അധിക്ഷേപ വാക്കുകൾ തലയിൽ ഏറ്റാൻ പറ്റുന്നത് സ്ത്രീക്കാണ്. അവസാനം പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ആണല്ലേ അങ്ങനെയൊക്കെയാ, പക്ഷെ പെണ്ണോ അങ്ങനെയല്ല. അപ്പോ ഗായത്രി പറഞ്ഞു വരുന്നത് സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ഓരോരുത്തരും വരികില്ല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ ഞങ്ങളത് കൂടെയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വരാൻ ആരും തയ്യാറാകുകയുമില്ല. അപ്പോൾ നമുക്ക് ഒരു മോറൽ സയൻസ് ക്ലാസ് എടുത്ത് ഒരു കോൺക്ലേവിൽ ഈ പറയുന്ന വേട്ടക്കാരെയും ഇരകളെയൊക്കെ വിളിച്ചൊരു മാധ്യസ്ഥ ചർച്ച നടത്തിക്കളയാം അല്ലേ? അങ്ങനെ പരിഹരിക്കാം. അങ്ങനെയല്ല സ്മൃതി, ഇന്ന് വരെ ഇതുണ്ടായിട്ടില്ല. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമാണ് മലയാളത്തിൽ ഇതുപോലൊരു സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടും അല്ലാതെയും സിനിമയിലെ തെറ്റുകുറ്റങ്ങളെല്ലാം പറയുന്ന ഒരു സമഗ്രമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് സത്യമായിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിനൊരു വഴിയുണ്ടായിരുന്നു, അതിനൊരു നാൾ വഴിയുണ്ടായിരുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരു വലിയ വിഭാഗമുണ്ട്. WCC എന്നൊരു സംഘടന എങ്ങനെ വന്നു? ആ സംഘടനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ സിനിമ ലഭിക്കാത്തവരുണ്ട്. നാൾ വഴിയുടെ തുടക്കമാണിന്ന് സ്മൃതി. നാളേക്കുള്ള നാൾ വഴിയുടെ ആ വഴി വെട്ടിത്തെറിച്ചവരെയാണ് മുഖ്യമന്ത്രി മറന്നിരിക്കുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. ശരി, ഞാൻ വരാം. കാരശ്ശേരി മാഷേ, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരു വനിത എന്ന നിലയ്ക്ക് ഗായത്രി വർഷയുടെ വാക്കുകൾക്ക് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് അവർ പറയുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു വിപ്ലവം നടത്തിക്കളയാമെന്ന മട്ടിൽ കേസിന് പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പകരം അവർ തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ പല കേസുകളായി കേട്ട് ഒരു നിരാശയിൽ നിന്ന് പറയുന്ന പ്രതികരണമായിരിക്കാം. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നാണ് കാരശ്ശേരി മാഷ് പറയുന്നത്. ഇത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മെറ്റീരിയൽ എവിഡൻസ് സർക്കാരിൻ്റെ പക്കലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഒരു പുതിയ സംരംഭം, ഒരു പുതിയ സംവിധാനത്തിലേക്ക് സർക്കാർ വരുന്നു എന്നുള്ളതുകൊണ്ട് ഈ തെളിവുകളെല്ലാം കയ്യിൽ വെച്ച് അത് എല്ലാ കാലത്തേക്കുമായി മൂടിപ്പോകട്ടെ, ആ ചരിത്രത്തിൻ്റെ ഭാഗമായി അങ്ങ് മൂടിപ്പോകട്ടെ എന്ന രൂപത്തിലേക്ക് നമുക്ക് കരുതാൻ സാധിക്കുമോ? സ്മൃതി, കേരളം എത്രയധികം സ്ത്രീവിരുദ്ധമായ ഒരു സംസ്ഥാനമാണ് എന്ന് കാണിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് വായിച്ചാൽ ഏത് മലയാളിയുടെയും തല താണുപോകും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ക്രിമിനലുകൾക്ക് അവരുടെ സ്വകാര്യത സൂക്ഷിക്കുക എന്ന ഒരു ആനുകൂല്യം മാധ്യമങ്ങളോ നിയമവ്യവസ്ഥയോ കൊടുക്കേണ്ടതുണ്ടോ? മറ്റുള്ള കാര്യങ്ങളിൽ കൊടുക്കാറില്ല. അപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളുടെ പേര് കൊടുക്കും, അതിനിരയായ ആളുടെ പേര് അതിജീവിത എന്നാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു 15 പേരുണ്ടെങ്കിൽ അതാരാണ് എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. 4.5 കൊല്ലം ഈ റിപ്പോർട്ട് പുറത്തു വരാതെ സൂക്ഷിച്ചു എന്നുള്ളത് എൻ്റെ കണക്കിന് സർക്കാർ ചെയ്ത ഒരു ക്രിമിനൽ കുറ്റമാണ്. എന്താണ് നിങ്ങൾക്ക് ഇത്ര തിരക്ക് ഇത് കാണാഞ്ഞിട്ട് എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ ചോദ്യം അങ്ങേയറ്റം നിരുത്തരവാദപരമാണ്. ഇത്തരം കാര്യങ്ങളിൽ ചില ദുരനുഭവങ്ങളുണ്ടായ
ഗായത്രി സംസാരിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അത് അവരുടെ നിലപാടിനെ പറ്റിയല്ല. അവർ ചോദിച്ചൊരു കാര്യം, മീറ്റു എന്ന് പറഞ്ഞ് പുറത്തു വന്ന ആളുകളോട് കേരളീയർ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. ഇതിനിപ്പോൾ ആദ്യം മറുപടി പറയേണ്ട ആരാണ്? എൻ്റെ കണക്കിന് സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളിപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയാണ്, വേറെ ഒരാൾ മുകേഷ് MLA ആണ്, വേറെ ഒരാൾ സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ഇവർ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ആദ്യം ഇതിന് മറുപടി വരേണ്ടത്. പിന്നെ ഗായത്രി പറഞ്ഞ തരത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് എവിടെയും ഗവൺമെൻറ്റിലോ സമൂഹത്തിലോ മാധ്യമങ്ങളുടെ ഇടയിലോ കോടതിയിലോ ഒന്നും കൃത്യമായി നീതി കിട്ടുകയില്ല, അവർക്ക് തുല്യത അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്താണ് അർത്ഥം എന്നെനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. കാരണം ഏറ്റവും പേരും പെരുമയും പണവും ഒക്കെയുള്ള വളരെ ഗ്ലാമറുള്ള ഒരു തൊഴിൽ മേഖലയാണ് സിനിമ. അവിടെ തന്നെ എങ്ങനെയാണെങ്കിൽ മറ്റ് വ്യവസായശാലകളിലും വ്യാപാരശാലകളിലൊക്കെ എന്താണ് സ്ഥിതി? ഇപ്പോൾ കോഴിക്കോട്ട് പെൺകൂട്ട് എന്നൊരു സംഘം പറയുമ്പോഴാണ് സത്യം പറഞ്ഞ കോഴിക്കോട്ടുകാരനായ ഞാൻ മനസ്സിലാക്കുന്നത്, ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ 8 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ഈ 8 മണിക്കൂർ നിൽക്കുകയാണ്. അവർക്ക് ഇരിക്കാൻ ഒരു സ്റ്റൂളോ കസേരയോ ഇല്ല, അവർക്കവിടെ മൂത്രമൊഴിക്കാൻ ഒരു ടോയ്ലറ്റ് ഇല്ല എന്നൊക്കെയുള്ള കാര്യം. അത്ര, അതായത് എന്തൊക്കെ പുരോഗതി, എന്തൊക്കെ സാക്ഷരതയും പ്രബുദ്ധതയും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ജോലിക്ക് വന്നാൽ അവൾ ഇരിക്കണ്ട, അവർക്ക് ബാത്റൂമിൽ പോകണ്ട, അതിന് സൗകര്യം ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ പല നഗരങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലും വ്യവസായശാലകളിലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ അന്നാണ് വലിയ ബഹളമായിരുന്നത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ കഷ്ടമാണ് വലിയ ഗ്ലാമറുള്ള വലിയ താരാരാധന കിട്ടുന്ന ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സ്ഥിതി. അതുകൊണ്ട് ഗായത്രിയുടെ നിരാശ തീർച്ചയായിട്ടും അവർ മാറ്റിവെക്കണം എന്നാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത്. എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ, ഇതിന് ഇനി പ്രത്യേകിച്ച് ഒരു പരാതി എഴുതി കിട്ടണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്, ഞാൻ വിചാരിക്കുന്ന അങ്ങനെ, ഞാൻ ആരോപിക്കുകയാണ്, ഇവരാരും ഒരു രേഖാമൂലം ഒരു പരാതി എഴുതി കൊടുക്കാനിടയില്ല. 2 കാര്യമുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭാവിയിൽ അവസരങ്ങൾ ഉണ്ടാവില്ല, മാത്രമല്ല ഇവിടെ പലയിടത്തും ഗുണ്ടാ സംഘങ്ങളുണ്ട്, അവരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കും. അവരുടെ അവസരങ്ങൾ പോട്ടെ, അവരുടെ ജീവൻ തന്നെ മുന്നിലുണ്ട്. ഇപ്പോൾ ഷുക്കൂർ വക്കീലുണ്ട് ചർച്ചയിൽ, അതോടൊപ്പം തന്നെ തിലകന്റെ മകൾ സോണിയ തിലകൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഒന്ന് വേഗം പൂർത്തിയാക്കാമോ മാഷേ? എന്നാൽ നമുക്കൊരു ഇടവേളയിലേക്ക് കൂടി പോകണം. അതെ, ഞാൻ ഒരു വാക്യം കൊണ്ട് പൂർത്തിയാക്കാം. അപ്പം തീർച്ചയായിട്ടും ഇത് കേരളീയ സമൂഹത്തിന് വന്ന ഈ അടുത്ത കാലത്ത് ഇത്രയും നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതി എൻ്റെ ഓർമ്മയിലില്ല. കാരണം നമുക്ക് സ്ത്രീകളോട് പെരുമാറാൻ, അവരെ ബഹുമാനിക്കാൻ, അവരെ തുല്യനിലയിൽ കാണാൻ സാധിക്കാത്ത മട്ടിൽ അവരോട് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരമാണ് സിനിമ. ഇവരൊക്കെ പുറത്തിറക്കുന്ന സിനിമകളിലൊക്കെയുള്ള സന്ദേശം എന്താണ്? അത് സ്ത്രീകളെ ബഹുമാനിക്കുന്നതും തുല്യനിലയിൽ പെരുമാറുന്നതും അനീതിക്കും അക്രമത്തിനെതിരായി പോരാടുന്നവരും. ഈ സിനിമകളിൽ അനീതിക്കും അക്രമത്തിനും അന്യായത്തിനുമെതിരായിട്ട് പോരാടുന്ന നമ്മുടെ ഹീറോകളാണ്, നമ്മളെ വീരപരാക്രമികളായിരിക്കാം ഈ 15 ആളുകൾ എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ടിരിക്കുക. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഊഹം പറയാണ്, തീർച്ചയായിട്ടും അവരുടെ പേര് വിവരം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ പണി എന്ന് ഞാൻ വിചാരിക്കുന്നു. സർക്കാർ ഇവിടെ പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. ഇനിയിപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും ഇതിൽ നടത്തേണ്ടതാണ്. ആരെങ്കിലും പരാതിപ്പെട്ടാൽ മതി സർക്കാരിന് കേസെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പരാതി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോയിട്ടുമുണ്ട്. സി ഷുക്കൂർ, താങ്കൾ അഭിഭാഷകനാണ്, ഒപ്പം നടനുമാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി മുമ്പാകെ നൽകിയിരിക്കുന്ന മൊഴികളിൽ സർക്കാർ നേരിട്ട് കേസെടുക്കില്ല, ഓരോരുത്തരും പരാതി പറഞ്ഞാൽ സർക്കാർ ഒപ്പം നിൽക്കുമെന്നുള്ള നിലപാടിനെ എങ്ങനെ കാണുന്നു? സ്മൃതി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. റിപ്പോർട്ടർ ചാനൽ എടുക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ഈ 2017 ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട മുതൽ ആ ഇരയോടൊപ്പം നിൽക്കുന്ന സ്റ്റാൻഡ് റിപ്പോർട്ടർ ചാനൽ എടുക്കുന്നതിൽ വലിയ
നിങ്ങളോട് അഭിനന്ദിക്കുകയാണ്. ഇതിൽ വിഷയം നമ്മൾ റിപ്പോർട്ടിനെ ഒരു ലൈംഗിക അതിക്രമ സംഗതി മാത്രമായി ചുരുക്കുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. വളരെ ഗഹനമായ സംഗതികൾ ആ റിപ്പോർട്ടിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2017 ശേഷവും അതിന് മുമ്പും എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയെ കണക്കാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിലാണ് പലപ്പോഴും സെറ്റുകൾ കാര്യങ്ങൾ നടക്കുന്നതെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് സ്ത്രീ ആർട്ടിസ്റ്റുകളുണ്ട്, 30ഓളം കാറ്റഗറിയിലുണ്ട് സ്ത്രീകൾ. ആർട്ടിസ്റ്റുകൾ, അഭിനേതാക്കൾ മുതൽ തിരക്കഥ എഴുതുന്നവരെ സ്ത്രീകളുണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുണ്ട്, അസോസിയേറ്റ് ഡയറക്ടർമാരുണ്ട്, മേക്കപ്പ് മാൻമാരുണ്ട്. എല്ലാ രീതിയിൽപ്പെട്ട സ്ത്രീകൾ ഈ വലിയ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. മാത്രവുമല്ല, അടിസ്ഥാനപരമായി യൂറിൻ പാസ് ചെയ്യാൻ സൗകര്യം പോലും ഇല്ല, അവർക്ക് ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യമില്ല, നാപ്കിൻ കളയാനുള്ള സൗകര്യമില്ല. ഇങ്ങനെ മനുഷ്യാവകാശങ്ങളുടെ എല്ലാ ലംഘനവും നടക്കുന്നൊരു സ്ഥലമാണ് സിനിമ ചിത്രീകരിക്കുന്ന സൈറ്റ് എന്ന്, ലൊക്കേഷൻ എന്ന് കൃത്യമായി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ അതോടൊപ്പം തന്നെ കമ്മീഷൻ റിപ്പോർട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി, ICC ഇതിൽ പരിഹാരമല്ല. കാരണം ഒരാൾ സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് മുതൽ അയാൾ ആ സ്ത്രീ ചൂഷണത്തിന് വിധേയമാകുന്ന ഘട്ടം തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഒരു എംപ്ലോയറും എംപ്ലോയി എന്ന കാറ്റഗറി വരുന്നതിന് ഉപരി ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം സിനിമയിലുണ്ട്. മറ്റ് മേഖലകളിൽ പോലെയല്ല ഇത് കൃത്യമായി കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് അവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണ് ഒരു ട്രൈബ്യൂണൽ വേണമെന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ആ ആശയത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ട്രൈബ്യൂണൽ, അതായത് ഒരാൾ നിങ്ങളൊരു സിനിമയിലേക്ക് എടുക്കാം, അതിന് നിങ്ങൾ എനിക്ക് വിധേയമായി നിൽക്കണം എന്ന് പറയുന്ന ഘട്ടം മുതൽ അയാൾ ചൂഷണത്തിന് വിധേയമാകുകയാണ്. എന്നാൽ എംപ്ലോയർ എന്ന കാറ്റഗറി വരുന്ന സമയത്ത് മാത്രമേ ICC ബാധകമാകൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ട്രൈബ്യൂണൽ എന്ന കാര്യം നമ്മൾ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ട്രൈബ്യൂണൽ നടപ്പിലാക്കുന്ന കാര്യത്തിലേക്ക് സർക്കാരിലേക്ക് പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകണം. പിന്നെ അടുത്ത കാര്യം, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ എല്ലാ ഭാഗവും പരിശോധിച്ചാൽ നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരും തെളിവ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇവിടെ ഒരു കാര്യം, ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കുറിച്ച് വിശദമായി പറയുന്ന ഘട്ടത്തിൽ പറയുന്നത്, പല ഘട്ടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ അഡ്രസ്സ് കൊടുക്കും, നമ്പർ കൊടുത്തപ്പോൾ നമ്പറില്ല, വാട്സപ്പ് നമ്പറില്ല. അങ്ങനെ കുറേ പേരെ വാട്സപ്പ് നമ്പർ കണ്ടുപിടിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പോലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരെല്ലാം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോവുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും 2 ജൂനിയർ ആർട്ടിസ്റ്റുകൾ അയച്ച കത്തുകൾ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് അവർ അതിലേക്ക് വിളിക്കുന്നത്. അവർ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. അങ്ങനെ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഹേമ കമ്മിറ്റി മുമ്പാകെ റിപ്പോർട്ട് കൊടുക്കുന്ന മുഴുവൻ ആൾക്കാരും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് സി ഷുക്കൂർ അങ്ങനെ പറയുന്നത്? അവർക്ക് ഭയമുള്ളത് കൊണ്ടാണ്, ജോലി നഷ്ടപ്പെടുമെന്ന ഭയമുള്ളത് കൊണ്ടാണല്ലോ. പറയാം. അതെ, ജോലി നഷ്ടപ്പെടുന്ന ഭയം മാത്രമല്ല, അവരെയും അവരുടെ കുടുംബവും ആക്രമിക്കപ്പെടുന്നു. കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് അവരുടെ കുടുംബം ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ജീവഭയമുണ്ട്. നമ്മൾ മാത്രമല്ല, CRPC നമ്മൾ എല്ലാ നിയമവും തുടങ്ങുന്നത് നിയമപ്രകാരമായിരിക്കണമല്ലോ. നമ്മളൊരു FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടന്നു, അത് ഒരു കോഗ്നിസിബിൾ ഒഫൻസാണ്, പോലീസിന് നേരിട്ട് കേസെടുക്കാൻ പറ്റുന്നൊരു ഒഫൻസാണ്. ആ വിവരം അറിഞ്ഞാൽ മതി. ഇവിടെ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ആൾ നിയമരംഗത്ത് 10-40 വർഷം പഴക്കമുള്ള ഒരാളാണ്. അവർ 40-50 വർഷം എക്സ്പീരിയൻസുള്ള ഒരാളാണ് ജസ്റ്റിസ് ഹേമ. അവരുടെ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗത്ത് പോലും ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടതാണ്. ഇലക്ട്രോണിക് എവിഡൻസ് അവരുടെ കയ്യിലുണ്ട്, വോയിസ് ക്ലിപ്പുകളുണ്ട്, വാട്സപ്പ് മെസ്സേജുകളുണ്ട്, വീഡിയോ ക്ലിപ്പുകളുണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഈ ഡോക്യുമെൻ്റ് മുഴുവൻ അവരുടെ കയ്യിലുണ്ടായിട്ടും അതൊരു കോഗ്നിസിബിൾ ഒഫൻസാന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ അത് DGPക്ക് കൈമാറാതിരുന്നത്? എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ ആ റിപ്പോർട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ മുഴുവൻ തെളിവുകളും സംസ്ഥാന DGPക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മിറ്റി വെച്ച് അവർക്കോ ഓരോരുത്തരുടെയും പരാതി എടുത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്ന ആ ശുപാർശയിൽ പറയാതിരുന്നത്? നോക്കൂ, സാധാരണ ജിയോയുടെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ഇതൊരു കമ്മീഷനാക്കാതെ കമ്മിറ്റി ആക്കിയതിൽ മുതൽ തന്നെയുണ്ട് അതിൽ വെള്ളം ചേർക്കൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മീഷനായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ അത് സഭയുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്കൊക്കെ കടന്നേനെ. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ തെളിവുകൾ, മെറ്റീരിയൽ എവിഡൻസ് അടക്കം കിട്ടുമ്പോൾ അത് സർക്കാരിൻ്റെ പക്കലുണ്ട്, സർക്കാരിൻ്റെ മുന്നിൽ തെളിവുകളാണ് നിൽക്കുന്നത്. ആ തെളിവുകൾ ഈ പറയുന്ന 15 അംഗ പവർ ഗ്രൂപ്പിനെതിരെ ആകാം. അപ്പോൾ അതിന്മേൽ അടയിരിക്കണം എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമില്ല. എനിക്ക് അങ്ങനത്തെ വാദമില്ല. എൻ്റെ വാദം
ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ആൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 19 വർഷം കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും നിയമരംഗത്ത് പ്രവർത്തിച്ച അഭിഭാഷകയായിട്ടുണ്ട്, ജഡ്ജായിട്ടും അവരുടെ തഴക്കവും പഴക്കവും ചെന്ന ആളാണ്, കൃത്യമായ നിലപാടുള്ള ആളാണ്. അവരെന്തുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്റ് മുഴുവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമർപ്പിക്കുന്നത്, ഇത് നിങ്ങൾ DGP കൈമാറണം, ഇന്ന് ഈ ആൾക്കെതിരെ കേസെടുക്കുന്ന ശുപാർശ പറയാതിരിക്കാനുള്ള കാരണം ഇരയാക്കപ്പെട്ടവരുടെ ഇൻ ക്യാമറയിലായിരുന്നു പ്രൊസീഡിങ്സ്. വളരെ പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ശരിയാണോ എന്നറിയില്ല. പുറത്തേക്ക് വരാത്ത ഒരു പേജിൽ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമുണ്ട്, നമുക്ക് ഉറപ്പില്ല, സ്ഥിരീകരിക്കാനാകുന്നില്ല. അങ്ങനെ ഒരു വാചകം കൂടി ഉണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷേ സർക്കാർ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോഴും അത് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് ഹേമ 19/2/2021 മുഖ്യമന്ത്രി കത്തെഴുതുമോ ഈ സംഗതി പുറത്തു പറയാൻ പാടില്ല എന്ന്? സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് കോട്ട് ചെയ്തിട്ട് എന്തിനാണ് ജസ്റ്റിസ് ഹേമ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പോകരുത് എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം? നോക്കൂ, അത് ഇരകൾക്ക് വേണ്ടിയാണ്, ഇത് മൊഴി കൊടുത്തവർക്ക് വേണ്ടിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അതിന്റെ മൊഴിയെടുപ്പ് മുതൽ നമുക്ക് വ്യക്തമാണ്. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, താങ്കൾ ഈ പറയുന്ന വാദഗതികൾ ആരെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പുറത്തെ വേട്ടക്കാരെ സഹായിക്കാനാകരുത് ആ വാചകങ്ങൾ. ഹേമ കമ്മിറ്റി അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഒരിക്കലും അങ്ങനെയല്ലെന്നേ. നമ്മളിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ചർച്ച. നമ്മൾ ഒരു വലിയ നിയമരംഗത്ത് ഒരുപാട് കാലം പ്രയത്നിച്ച നമ്മുടെ ഹൈക്കോടതിയിലെ വലിയ സ്ഥാനങ്ങൾ വഹിച്ച ഒരു ജഡ്ജ് ഇത്രയും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് അവരെ കയ്യിൽ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് അവർ എൻ്റെ ആ ചോദ്യം വളരെ വ്യക്തമല്ല. എന്തുകൊണ്ടാണ് DGP കൈമാറണമെന്ന് അവർ പറയാഞ്ഞത്? എന്നാൽ അവർക്ക് പറയായിരുന്നില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടോ ഗവൺമെൻറ്റിനോടോ, നിങ്ങൾ ഈ കാര്യങ്ങൾ കേസെടുക്കണമെന്ന് അവർ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അവരുടെ 19/2/2021 കൊടുത്ത കത്തിൽ ഇത് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയുമോ? നിങ്ങൾ കേസെടുക്കണമെന്ന് അവർ പരസ്യമായി പറയില്ലേ? ജസ്റ്റിസ് ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത ജസ്റ്റിസ് ഹേമ മുഖ്യമന്ത്രി അവർ പറഞ്ഞതിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ അത് എതിര് പറയാൻ ധൈര്യമില്ലാത്ത ആൾ നമുക്ക് വിചാരിക്കാൻ കഴിയുമോ? അവർ പരസ്യമായി പറയില്ലേ ഞാൻ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രി ചെയ്തില്ല എന്ന്? ഈ കാര്യത്തിൽ ഞാൻ സ്മൃതി പറയുന്നതിനോട് യോജിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ സാങ്കേതികമായി ഒരാൾ പരാതി കൊടുക്കാതെ CRPC പ്രകാരം റിപ്പോർട്ട് പുറത്തു വിടണ്ട, ഹേമ കമ്മിറ്റി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടോ ഇല്ലയോ? പുറത്തുവിടേണ്ടി വന്നില്ലേ? എങ്ങനെയാണ്? അവിടെ ഹൈക്കോടതി ഉണ്ടായി, വിവരാവകാശ കമ്മീഷൻ ഉണ്ടായി, ഇതൊക്കെ അതിനുശേഷം വന്ന ഇടപെടലുകളാണ് ശ്രീ ഷുക്കൂർ. അപ്പോൾ ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിലേക്ക് ഒരാൾക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ഈ വേട്ടക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുമെന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതെ, തീർച്ചയായും ആ ഘട്ടത്തിൽ സർക്കാർ നിലപാട് ഇപ്പം തന്നെ കോടതി പറയുകയാണ്. ഇപ്പം നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGP സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അതുണ്ട്, ഞാൻ പറയട്ടെ, DGP സ്വാഭാവികമായിട്ട് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. അവർ സ്വാഭാവികമായും DGPക്കല്ല CRPC പ്രകാരം പരാതി കൊടുക്കേണ്ടത് SHOക്കാണ്. SHO പരാതി എടുത്തില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവി കൊടുക്കണം. ജില്ലാ പോലീസ് മേധാവി കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പോകണം. അതാണ് CRPC പ്രകാരം പ്രൊസീഡിങ്സ്. നമ്മൾ 154 പ്രകാരം ആദ്യം SHOക്ക് പരാതി കൊടുക്കുന്നു. SHO പരാതി എടുത്തില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്നു. ജില്ലാ പോലീസ് മേധാവി കേസെടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പോയി നമുക്ക് 200 CRPC പ്രകാരം ആ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ചെയ്ത് കേസെടുത്താൽ നമുക്ക് അന്വേഷിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നേ. ഇവിടെ പരാതിക്കാരില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ CRPC 154 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ CRPC 161 പ്രകാരം മൊഴി കൊടുക്കാൻ ആൾ വേണ്ടേ സ്മൃതി? ഞാൻ വിക്ടിമായി ഞാൻ വന്ന് പറയണ്ടേ പോലീസിനോട്? എന്നാലേ കേസ് മുന്നോട്ട് പോകൂ. ഒരു പ്രതിപട്ടികയിൽ ഒരാൾ പേര് കൊടുത്തിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്താൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ലല്ലോ. CRPC 161 പ്രകാരം ആളെ മൊഴി കൊടുക്കാൻ വരണം. മൊഴി കൊടുക്കാൻ ആളുണ്ടാകുമോ എന്ന് ആദ്യം പരിശോധിക്കട്ടെ, അതിനുശേഷം വേണ്ട ഈ തീരുമാനത്തിലേക്ക് വരാൻ. അതെ, നമ്മൾ നിയമരംഗത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ജസ്റ്റിസ് ഹേമ പോലും ആ കാര്യത്തിൽ രഹസ്യമായി വെക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇരകളാക്കപ്പെട്ടവർക്ക് ആത്മവിശ്വാസക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത് ഇരകളാക്കപ്പെട്ടവർ നമുക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആത്മവിശ്വാസം കൊടുക്കണം. ശരി, ആത്മവിശ്വാസം കൊടുക്കാൻ സാരോപദേശം കൊടുക്കാം. വേട്ടക്കാരെ കൂടി വിളിച്ച് സാരോപദേശം കൊടുക്കാമെന്നാണ് ഈ കോൺക്ലേവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് സമയക്കുറവുണ്ട്. ഞാനൊന്ന് സോണിയ തിലകനിലേക്ക് പോയിക്കോട്ടെ. സോണിയ വളരെ ബോൾഡായി ചില കാര്യങ്ങൾ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. സോണിയ, അച്ഛൻ തിലകൻ നേരത്തെ പല ഘട്ടങ്ങളിലും ഒറ്റപ്പെടുകയും സിനിമാ മേഖലയിൽ ഒറ്റപ്പെടുകയും പല കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തതാണ്. അന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ശരിയായി എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ സോണിയയ്ക്ക് പറയാനുള്ളത് എന്താണ്? എങ്ങനെയുള്ള നടപടി വേണമെന്നാണ് സോണിയ ആഗ്രഹിക്കുന്നത്?
തീർച്ചയായിട്ടും ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായിട്ട് ആ ഇരകൾക്ക് നീതി കിട്ടണമെന്നും ഇതിൽ നമുക്കൊരു റിഫോർമേഷനാണ് വേണ്ടത്. അല്ലാതെ ഇപ്പം ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നം വരുന്നു, അതൊരു സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു, വീണ്ടും അതേപോലെ തന്നെ അതിൽ ചോദിക്കാൻ ആരുമില്ല, ആ പവർ കമ്മിറ്റി റൂൾ ചെയ്യുന്നു, അതേ രീതിയിൽ ഇത് പോകണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു റിഫോർമേഷനാണ് വേണ്ടത്. അതായത് ഒരു പുതിയ രീതിയിൽ ഒരു ശക്തമായ നിയമം ഉണ്ടാക്കുകയും ഈ 65 പേജുകൾ ഒരു ട്രാൻസ്പെറൻസിയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിൽ ആരൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത്, ഇത് ഈ പറഞ്ഞ കോഗ്നിസിബിൾ ഓഫൻസ് എന്ന് പറയുമ്പോൾ തന്നെ വാറണ്ട് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റകൃത്യങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ അതിൽ നമുക്ക് കേസെടുക്കാവുന്ന ഒരു അവസ്ഥയിലിരിക്കെ അത് മാറ്റിവെക്കുന്നത് എന്തിനാണെന്നുള്ളത് ജനങ്ങൾക്കും അതൊരു ചോദ്യചിഹ്നമാണ് എല്ലാവരുടെയും മനസ്സിൽ. എല്ലാവരും ആഗ്രഹിക്കുന്നതും പുതിയൊരു നിയമം, ഇതിനു വേണ്ടി ശക്തമായൊരു നിയമം നിർമ്മിക്കുകയും അത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരികയും ആ ഇരകൾക്ക് നീതി നേടിക്കൊടുക്കുകയും വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോണിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അറിയാം, സ്വയം അനുഭവമുണ്ട് എന്നുള്ള കാര്യം കൂടി വിവരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു അനുഭവത്തിൽ സോണിയ ബോൾഡായ ഒരു നിലപാടെടുത്തത് കൊണ്ട് ഒരു ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ അത് സംഭവിച്ചത്? ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരാൾ വിളിക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഇല്ല. എനിക്ക് ആ രീതിയിലുള്ളൊരു മെസ്സേജ് വന്നപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്തതോടുകൂടി പിന്നീട് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജുകൾ വന്നിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനെതിരെ കേസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പോകേണ്ടി വന്നില്ല. ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ അല്ലല്ല അച്ഛൻ്റെ മരണശേഷമാണ്. പക്ഷെ അതിനു മുൻപ് വളരെ സ്നേഹമായിട്ട് കൊളീഗ്സായിട്ട് അവർ ഒരുപാട് കാലം വർക്ക് ചെയ്ത് എനിക്ക് ചെറുപ്പത്തിലെ അറിയാവുന്ന വ്യക്തി തന്നെ ആ രീതിയിലേക്ക് ആ ഒരു കോൺവെർസേഷൻ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കിയത് വളരെ വേദനയോടെയാണ്. പക്ഷെ അത് നിർത്തേണ്ട രീതിയിൽ അത് നിർത്താൻ എനിക്ക് സാധിച്ചു. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ അച്ഛന്റെ മരണശേഷമാണെന്ന് പറയുമ്പോൾ ഏത് വിഷയത്തിൽ സംസാരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു രീതി മാറ്റിക്കൊണ്ടുള്ള ടോൺ മാറ്റിക്കൊണ്ടുള്ള സംസാരത്തിലേക്ക് പോയത്? അച്ഛൻ്റെ മരണശേഷം യാദൃച്ഛികമായിട്ട് സംസാരിക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അച്ഛൻ്റെ പഴയ കാര്യങ്ങൾ, അച്ഛനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടെന്നും അത് സംസാരിക്കാൻ വേണ്ടി എന്നെ പേഴ്സണലായിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ അത് എന്ത് കാര്യമാണ് എന്നുള്ള ഒരു ചോദ്യം പലതവണ ആവർത്തിച്ചപ്പോൾ എൻ്റെ അടുത്ത് അച്ഛനോട് അത് ചെയ്തത് തെറ്റായിപ്പോയി, അത് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ഫോണിലൂടെ തന്നെ സംസാരിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ മാപ്പ് പറയുന്നതിലും അർത്ഥമില്ലല്ലോ, മരിച്ചു കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കാനില്ലല്ലോ എന്ന് ഞാൻ മറുപടിയായിട്ട് പറയുകയും ചെയ്തു. പിന്നീട് ഈ മെസ്സേജിൻ്റെ ഒരു രീതി മാറുകയും അത് ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല, ആ രീതിയിലേക്ക് ആ ഒരു സംസാരം പോയി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും ചെറുപ്പത്തിലെ മുതലേ അറിയാവുന്ന ഒരു വ്യക്തി അങ്ങനെ എന്നോട് പെരുമാറാൻ പറ്റുമെങ്കിൽ അതേപോലെ ഈ ഇൻഡസ്ട്രിയിലുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറിക്കൂടെ? അവരെ ആ ട്രാപ്പിലാക്കിക്കൂടെ? ഈ ചാൻസിന് വേണ്ടിയും അഭിനയിക്കാനുള്ള അവരുടെ തൊഴിൽ നിഷേധിക്കപ്പെടാതിരിക്കാൻ അവർക്കതിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണല്ലോ ഈ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത്. ഈ അവരുടെ യാഥാർത്ഥ്യമാണ്, ഈ കാര്യം പറഞ്ഞാൽ അതിൽ പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. ഒന്നുകൂടെ പറയാമോ? അല്ലെ, പവർ ഗ്രൂപ്പ് എന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന പവർ ഗ്രൂപ്പ് എന്ന വാക്കല്ല തിലകൻ ഉപയോഗിച്ചിരുന്നത്, മാഫിയ എന്നാണ്. ഇവിടെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മാഫിയയുടെ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിന്റെ പേരുകൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന് സോണിയ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപും നേരത്തെയുമല്ല, ഈ നിമിഷവും അവർ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് ഈ ഒരു ഇതിൻ്റെ പോക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആര് പുറത്തു കൊണ്ടുവരും? സർക്കാരിനറിയാം. സർക്കാരിന് ഈ പേരുകളെല്ലാം അറിയാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇരകൾക്ക് അതിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ മാതൃകാപരമായ ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ് സർക്കാർ അത്യാവശ്യം ചെയ്യേണ്ടത്. ഓരോ മലയാളികളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം അറിയില്ല, 1.5 വർഷം സോണിയക്ക് അറിയുന്ന കാര്യം സോണിയ പറയണം. കാരണം ഈ സിനിമാ മേഖലയിലുള്ളവർ മറ്റ് പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ
പത്രം വായിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ ചുറ്റും നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാത്ത, ഞാൻ പുതിയ തലമുറയല്ല ഞാൻ പറയുന്നത്, ചിലരെങ്കിലും പറയുന്നത് പമ്പര വിഡ്ഢിത്തം അങ്ങനെ പരസ്യമായി പറയുന്നു, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നു. അതിലൊന്നും ഒരു അസ്വാഭാവികതയില്ല. കാരണം അവർ സ്വാഭാവികമായി ആ മേഖലയിൽ അങ്ങനെ പ്രയോഗിച്ച് ശീലമായതും അതിൽ തെറ്റില്ല എന്ന് കരുതുന്നവരാണ്. അപ്പോൾ അതിങ്ങനെ തുടരുന്നൊരു സാഹചര്യം സിനിമാ മേഖലയിലുണ്ട്. അപ്പോൾ വേറൊരു ലോകമായി അതങ്ങനെ പോവുകയാണ്. ആ ലോകത്തിലൊരു പ്രത്യേക നിയമം, ആ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറൊരു കോൺക്ലേവ്, ആ രൂപത്തിലാണോ പോകേണ്ടത്? അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആ സംവിധാനങ്ങൾ അവിടെയും നടപ്പാക്കേണ്ടതാണ് എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്ക് സർക്കാർ പോകേണ്ടേ സോണിയ? തീർച്ചയായിട്ടും ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ക്ലിയർ ഷോട്ട് ഓഫ് ഫണ്ടമെൻ്റൽ ഇതിൻ്റെ വയലേഷനാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ്, ഡിസ്ക്രിമിനേഷനും. അതെ, ഡിഗ്നിറ്റിയോടെ ജോലി ചെയ്യാൻ സാധിക്കാതിരിക്കുക, സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുക. ഇതിനെതിരെ ഇതുവരെ ഒരു ശക്തമായ ഒരു ചോദ്യം പോലും ഈ സംഘടനയുടെ ഉള്ളിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പവർ കമ്മിറ്റി ഇതെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ്. അവരെല്ലാം ഇതിലെ ഒരു ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലിയോ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ കേസ് എടുക്കേണ്ടവർ തന്നെ ആ തലപ്പത്ത് ഇരിക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ? സർക്കാരിന് ഇതിപ്പോൾ ഒരു വലിയ വ്യവസായമാണല്ലോ, സർക്കാരിന് വരുമാനം ഉണ്ടാക്കിത്തരുന്ന വ്യവസായം. ആ നിലയ്ക്കാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾ തന്നെ ഇൻവോൾവ് ആണെങ്കിൽ അവർക്കെതിരെയൊക്കെ നടപടിയെടുത്താൽ ആ സിനിമാ വ്യവസായത്തെ തന്നെ ബാധിക്കും, സർക്കാരിൻ്റെ വരുമാനത്തെ ബാധിക്കും എന്ന ആശങ്കയാണോ? എന്താണ് സോണിയയ്ക്ക് തോന്നുന്നത്? അല്ല, സിനിമാ നടന്മാരും എത്ര വലിയ മഹാനടനാണെങ്കിലും ഹീ കംസ് അണ്ടർ ലോ. എല്ലാവർക്കും ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്. ഒരു സാധാരണക്കാരൻ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു സൂപ്പർ താരമാണെങ്കിലും നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് സർക്കാർ എടുക്കേണ്ടത്. ഇതിലെ ഇരകൾക്കെതിരെ സംസാരിക്കേണ്ടത് തന്നെ സ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ 65 പേജുകൾ മാറ്റി വയ്ക്കുന്നത് തികച്ചും ദുഃഖകരമാണ്. പിന്നെ അത് പുറത്ത് നമുക്കൊരു പൊതു താല്പര്യ ഹർജി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പുറത്ത് കൊണ്ടുവരാനും സാധിക്കും. അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ജിൻഡോ, എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. ജിൻഡോ, ഇപ്പോൾ പുറത്തേക്ക് വിടാത്ത പേജുകൾ എന്നുള്ളത് ആളുകളുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരുപക്ഷെ ഇരകളുടെ പേരുകളും ഉണ്ടാകാം. അത് പുറത്തേക്ക് വന്നുകൂടാ. അത് നമ്മുടെ മുന്നിലൊരു നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ അതല്ലാത്ത കാര്യങ്ങൾ പുറത്തു വിടണമെന്നൊരു ആവശ്യം കോൺഗ്രസിനുണ്ടോ? ഇതിന്മേൽ കേസ് എടുക്കണമെന്ന് പറയുന്നു. നിങ്ങൾ അതിനായിട്ട് മുന്നോട്ട് പോകുന്നു. സർക്കാർ അതിൽ എത്രത്തോളം നടപടികളിലേക്ക് പോകും? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. പരാതി നൽകൂ, കൂടെ നിൽക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനി എന്താണ് വഴി? അല്ല സ്മൃതി, ഇതിൽ ഇരകളാക്കപ്പെട്ട ആളുകളുടെ വ്യക്തി വിവരങ്ങൾ പുറത്തു വിടണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല, പറയുന്നില്ല. പക്ഷേ ഈ വേട്ടക്കാരുടെ വിവരങ്ങൾ പുറത്തു വരേണ്ടതല്ലേ? അവരെ ഉപദേശിച്ച് കോൺക്ലേവ് നടത്തി തോളത്ത് തട്ടി സാരോപദേശം കൊടുത്ത് വീട്ടിലയക്കുക അല്ലല്ലോ ചെയ്യേണ്ടത്. ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് അവർ വിധേയമാക്കപ്പെടണമല്ലോ. ഈ രാജ്യത്ത് മറ്റേത് മേഖലയിൽപ്പെട്ട ആളുകളും ഈ പറയുന്ന കുറ്റങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് കൊടുക്കുന്ന ആ നിയമത്തിൻ്റെതായ എല്ലാ രീതിയിലുള്ള നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷ അവർക്ക് ഉറപ്പാക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ ചോദിക്കുന്ന, പരാതിക്കാരുണ്ടായിട്ട് മാത്രമാണ് കേരളത്തിൽ സർക്കാർ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്? അല്ലല്ലോ. ഇവിടെ ഷുക്കൂർ വക്കീൽ പറഞ്ഞ 1-2 പോയിന്റിനോട് എനിക്കൊരു എതിർപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന തെളിവുകൾ കൈവശം ഉണ്ടായിട്ടും അവരെന്തുകൊണ്ടാണ് DGPക്ക് കൈമാറാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയുടെയും ഒക്കെ കയ്യിൽ 4 വർഷക്കാലമായിട്ട് ഇത് കിട്ടിയല്ലോ. അവരെന്തുകൊണ്ടാണ് DGPക്ക് കൈമാറാതെയും ഇത് അന്വേഷിക്കാതെയും ഇരുന്നത്? ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാനെന്നുള്ള വ്യാജേന നിങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ടിരുന്നല്ലോ. ഞാൻ പറയട്ടെ അല്ല, താങ്കൾ എങ്ങനെ പറഞ്ഞാലും എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ പറയാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കളുടെ അവസരത്തിൽ തിരുത്തിക്കോ. ഞാൻ പറയട്ടെ, 4.5 വർഷക്കാലം നിങ്ങൾ സംരക്ഷിച്ചത് ഇരകളുടെ സ്വകാര്യതയല്ല എന്ന് തന്നെയാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. 4.5 വർഷക്കാലം ഈ സർക്കാർ സംരക്ഷിച്ചത് ആ 15 അംഗ പവർ ഗ്രൂപ്പിന് തന്നെയാണ്. ഇവിടെ ഒരാൾ ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അയാളെ കൂകി
ചീങ്കി വിളിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി കൈയടിക്കുന്ന ആളുകളും അതിനേക്കാൾ വലിയ ഫാസിസ്റ്റാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പീഡകരെന്ന് നമ്മൾ പറയുമ്പോൾ ആ പീഡകർക്ക് വേണ്ടിയിട്ട് സംരക്ഷണ കവചമൊരുക്കുന്ന വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളും പീഡകരോടൊപ്പം തന്നെയാണ്. ഇവിടെ സ്ത്രീ പീഡകർ എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർ മാത്രമല്ല, ഈ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന സ്ത്രീകളും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പറയുന്നുണ്ട് ഭയം കൊണ്ടാണെന്ന്. ഈ ഭയം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു നടി പറയുന്നു എനിക്കൊരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിലപാടുണ്ടായി എന്ന്. എന്തുകൊണ്ട് അവർ ഇത്തരം പരസ്യമായിട്ട് ഇതുപോലൊരു ചാനലിൽ അഭിപ്രായം പറഞ്ഞിട്ട് അത് ആരാണെന്നുള്ള വിവരം പുറത്തു പറയണ്ടേ? എന്തിനാണ് ഇവർ പുകമറയ്ക്ക് പുറകിൽ നിർത്തി ഇങ്ങനെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഷെയ്ഡിയാക്കി നിർത്തുന്നത്? അത് പാടില്ല. കുറ്റക്കാരാരാണെന്ന് പൊതുസമൂഹം അറിയണം. ഇവിടെ 17 വയസ്സുള്ള പെൺകുട്ടികൾ തൊട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വിവേചനത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു കാലം ഈ ആധുനിക സമൂഹത്തിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ സാംസ്കാരിക മന്ത്രി പറയുന്ന ഈ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ലെന്ന 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് വായിക്കാൻ നേരമില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ചുമക്കാനുള്ള ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കില്ല. റിപ്പോർട്ട് വായിക്കാത്ത മന്ത്രി എന്ത് കോൺക്ലേവ് നടത്താനാണ്? എന്ത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ്? സ്മൃതി, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു മന്ത്രിയെ ചുമക്കാനുള്ള ബാധ്യത കേരളത്തിലെ പൊതു ഖജനാവിന് ഇല്ല എന്ന് ഞാൻ പറയട്ടെ. ആ റിപ്പോർട്ട് പഠിക്കാതെ എന്ത് കോൺക്ലേവാണ് ഇത് നടത്തുന്നത്? അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിഗമനങ്ങൾ മാത്രമാണ്, തെളിവുകൾ ഉണ്ടോ വസ്തുതയുണ്ടോ എന്ന് അറിയില്ല എന്ന്. അങ്ങനെ വസ്തുതയുണ്ടോ എന്ന് അറിയില്ലാത്ത ഒരു മന്ത്രി കോൺക്ലേവ് നടത്തി സാരോപദേശം കൊടുത്താൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. LDF വരും, എല്ലാം ശരിയാകും, സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞ് ഈ വനിതാ നടിമാരെയൊക്കെ ഉപയോഗിച്ച് പരസ്യം ചെയ്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ സ്ത്രീകൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. ഇവർ വനിതാ മതിൽ കെട്ടിയാൽ പോരാ. P. ശശിയുടെയും PK ശശിയുടെയും ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനും അന്വേഷിച്ച് നടപടി എടുക്കുന്നത് പോലെ പറ്റില്ല. ഈ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന, അവർക്ക് നാളുകളിൽ ഭയമില്ലാതെ തുറന്നു പറയാനുള്ള ശേഷി കൊടുക്കുന്ന നടപടി ഈ സർക്കാർ സ്വീകരിക്കണം. അല്ലാതെ മുഖ്യമന്ത്രി പറയുന്ന പോലെ ആരെങ്കിലും പരാതിക്കാർ വരട്ടെ നടപടിയെടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇത് പറയുന്നത്. നേരത്തെ ഒരു കാര്യമുണ്ട്, അതായത് ഈ മൊഴിയെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ ഭയക്കുന്ന ഇരകളിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വരും. അപ്പോൾ അവർ മൊഴി നൽകാൻ തയ്യാറില്ല എങ്കിൽ പിന്നെ കേസ് നിൽക്കില്ല. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. മൊഴി നൽകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ 4.5 വർഷക്കാലം മടിക്കുത്തിൽ ഒളിച്ചു വെച്ച ഒരു റിപ്പോർട്ടുമായി പേര് നടക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ല എന്നല്ലേ? അതല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഈ ചർച്ചയിൽ എനിക്കെതിരെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടായി എന്ന് പറയുന്ന നടി പോലും ആ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര് പറയാൻ ധൈര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ല. കാരണം 4.5 വർഷക്കാലമായിട്ട് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ അടയിരുന്ന ഒരു മന്ത്രി പറയാണ് ഈ റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, അതിലുള്ളത് വസ്തുതയാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ആര് മൊഴി കൊടുക്കുമെന്നാണ് ഇവർ പറയുന്നത്? ഈ സർക്കാർ ആളുകൾക്ക്, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യത്തോടെ അഭിപ്രായം പറയാനുള്ള ശേഷി കൊടുക്കണം. അത് സർക്കാരിന്റെ നടപടികളിലൂടെയാണ് വേണ്ടത്. സോണിയ തിലകൻ പറഞ്ഞ വാക്കിന് ഞാൻ എൻഡോഴ്സ് ചെയ്യാണ്. എക്സാമ്പിൾ സെറ്റ് ചെയ്യണം. ഇത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് എക്സാമ്പിൾ സെറ്റ് ചെയ്താലേ നാളെയും കേരളത്തിലെ ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ അഭിപ്രായം പറഞ്ഞ് പൊതുസമൂഹത്തിന് മുൻപിൽ വരുള്ളൂ. ഒരു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പേരും വിലാസവും തമസ്കരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? പീഡനം നടത്തുന്ന ആളുകൾ താരങ്ങളായിട്ട് വീണ്ടും വീണ്ടും ജനമനസ്സുകളിൽ ഇറങ്ങി നടക്കുന്നു. അങ്ങനെ പാടില്ല. ഒരൊറ്റ കേസ് വന്നപ്പോൾ ഏട്ടൻ പാവാട എന്ന് പറഞ്ഞു വന്നിട്ടുള്ള സംഘത്തെക്കുറിച്ച് ഓർക്കുന്നില്ലേ ജിൻഡോ? ഇത് കൂട്ടമായി പരാതികൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഈ വേട്ടക്കാർക്കൊപ്പമുള്ള ഒരു സംഘം പ്രവർത്തിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓൾറെഡി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതികരിച്ചതിന് സൈബർ അറ്റാക്ക് നേരിടുന്നതിനെ കുറിച്ച് വരെ ഈ മൊഴികളിലുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഈ പാതിരായ്ക്ക് വാതിലിൽ മുട്ടിയ നടന്മാർ ഞങ്ങളല്ല എന്ന് ബോധിപ്പിക്കാനുള്ള സ്വന്തം ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടൊക്കെ ഞങ്ങളല്ല പാതിരായ്ക്ക് വാതിൽ മുട്ടിയത് എന്ന് പറയാനുള്ള ആർജവമെങ്കിലും ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞു വരാൻ ഈ സിനിമാ മേഖലയിലെ പ്രമുഖർക്കുണ്ടാകണ്ടേ? അല്ലെങ്കിൽ ഇവരിൽ ആരൊക്കെയോ ആണ് വാതിൽ മുട്ടിയതെന്ന് കേരളത്തിലെ പൊതുസമൂഹം അടക്കം പറയുമ്പോൾ ആ നാണക്കേടിൽ സ്വന്തം മക്കളും അത് ആവർത്തിച്ച് പറയേണ്ട ഗതികേട്ടുണ്ടാവില്ലേ? ഇവർ പറയണ്ടേ? അന്വേഷിക്കണ്ടേ? ഞങ്ങൾ ആരുമല്ല എന്ന് പറയണ്ടേ? ഷുക്കൂർ മറുപടി പറഞ്ഞോളൂ. ഒന്ന്, ഞാൻ ഗവൺമെൻറ് ഭാഗത്ത് നിൽക്കുന്ന ആളല്ല. അദ്ദേഹം ഉന്നയിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല. പ്രധാനപ്പെട്ട വിഷയം ഈ കേരളത്തിലെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷമുണ്ടായ ഇത്തരം എല്ലാ പരാതികളിലും കേസെടുത്തിട്ടുണ്ട്. പ്രമുഖരായ പല സിനിമാ താരങ്ങൾക്കെതിരെ, സംവിധായകർക്കെതിരെ പരാതി എടുത്തിട്ടുണ്ട്. ഏറ്റവും ജനപ്രിയനായ ഒരു നടനെ എത്രയോ ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത ആളാണെന്നും ആലപ്പുഴയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിലുള്ള എനിക്ക് താല്പര്യമില്ല. ജബിൻ മേത്രയെ സെൽഫി എടുക്കുന്നതിൻ്റെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. ജബിൻ മേത്ര മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്, MP ആണ്.
അപ്പം അദ്ദേഹത്തെ ഏതായാലും ഈ ഭരിക്കുന്ന പാർട്ടി ആരും ആ ജയിലിൽ പോയ നടന് സ്വീകരണം കൊടുത്താൽ നമുക്കറിയില്ലല്ലോ. ഇല്ല, നമുക്കതിൽ തർക്കമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ ജബിൻ മേത്രാണ് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത്. അത് പോട്ടെ, ഞാൻ ആ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തോടെ എനിക്ക് വിഷയമില്ല. നമ്മളിതിൽ പ്രധാനപ്പെട്ട എൻ്റെ പോയിന്റ്, ഞാൻ ലീഗലി ഞാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നതിൻ്റെ കൺക്ലൂഷൻ ഭാഗത്ത് ഒരു സ്ഥലത്തും ഇത് കേസെടുക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതാണ് എൻ്റെ വളരെ വാലിഡായ പോയിന്റ്. അവർക്ക് പറയാമോ, അവർക്ക് ഇത്രയും വിശദമായ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് അവരുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർക്ക് അതിന് ഞാൻ ഈ കേസെടുക്കേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം എനിക്കില്ല. ഞാനൊരു ആസ് എ ലോയർ എന്ന നിലയിൽ നിയമപരമായി ആ കേസ് എടുത്താൽ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മളൊരു വൈരാഗ്യം തീർക്കേണ്ടയോ പ്രതികാരം തീർക്കേണ്ട ഒരു വിഷയമല്ല ഈ പ്രശ്നം. ഈ റിപ്പോർട്ടിന് എന്താ, കേരളത്തിലെ സ്ത്രീകൾ സിനിമാ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾക്കും അതിന് പരിഹാരത്തിന് വേണ്ടിയാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്. ഞാൻ ആവർത്തിച്ച് ഉപദേശമല്ല, തീർച്ചയായും കേസെടുക്കുക. അതിൽ തർക്കം എന്താണ്? പരാതി കൊടുത്ത ആളുണ്ടെങ്കിൽ കേസ് എടുക്കണമല്ലോ, എടുത്തിട്ടുണ്ടല്ലോ. എത്ര സിനിമാ താരങ്ങൾക്കെതിരെ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്, എത്ര പേർ ജയിലിൽ കിടന്നിട്ടുണ്ട്, എത്ര പേർ ഗൾഫിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്, നമ്മൾ കണ്ടതല്ലേ. ഏതെങ്കിലും പരാതിയിൽ കേരള ഗവൺമെൻറ് കേസെടുക്കാതിരുന്നിട്ടുണ്ടോ? ഈ ഇരയാക്കപ്പെട്ട 2017 ആക്രമിക്കപ്പെട്ട എനിക്ക് ഏറ്റവും അതൊക്കെ കേസ് എടുക്കേണ്ടി വരും. കേസ് എടുത്തില്ലെങ്കിൽ അത് വാർത്തയാവുകയും ചെയ്യും. കേസ് എടുക്കേണ്ടി വന്നിരിക്കും. ശരിയാണ്, ഒരു പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്തതിലേക്കൊക്കെ നീങ്ങാനുള്ള ആർജവം അന്ന് ഒന്നാം പിണറായി സർക്കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ സ്റ്റഡിയാണ്, കേസ് സ്റ്റഡിയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മൊഴികൾ, ഒരുപാട് തെളിവുകൾ സർക്കാരിന്റെ പക്കൽ നിൽക്കുകയാണ്. അതിന്മേൽ എന്ത് ചെയ്യണമെന്ന് പറയൂ ശ്രീ ഷുക്കൂർ. ആ തെളിവുകളിൽ എന്ത് നോക്കട്ടെ നമുക്ക്. അല്ല, തീർച്ചയായും നമ്മൾ ഞാൻ പറയാം. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഇപ്പം സംസ്ഥാനത്ത് നിലവിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. നമ്മൾ റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം മറച്ചു വെച്ച മറ്റു കാര്യങ്ങൾ നമുക്ക് പുറത്തെടുക്കാൻ കഴിയുമെന്ന് നോക്കാം. അത് അവർ പറയുന്ന C1 ആയിട്ടും A1 ആയിട്ടും B1 ആയിട്ടും മാർക്ക് ചെയ്ത് ഡോക്യുമെൻ്റ് ഉണ്ട്. അവരിവിടുന്ന് പല സ്ഥലത്തും കളക്ട് ചെയ്ത ആ ഡോക്യുമെൻ്റ് മുഴുവൻ കളക്ട് ചെയ്ത് നമുക്ക് കേസ് നടത്താന്നേ. നമ്മൾക്ക് ഈ ഇരയാക്കപ്പെട്ട ആൾക്ക് വേണ്ടി നമുക്ക് കേസ് നടത്താം. നമ്മളതിൽ തർക്കിക്കേണ്ട. ഗവൺമെൻറ്റിന് താല്പര്യം ഇല്ലെങ്കിൽ അതിന് ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ഗവൺമെൻറ് പറഞ്ഞ എന്താ, ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്നയാൾ അവരെ സ്വന്തം ടൈപ്പ് ചെയ്ത്, അവർ ടൈപ്പിങ്ങിൽ എക്സ്പേർട്ട് അല്ലാതെ പോയിട്ട് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അറിയാത്തതായിട്ട് പോലും അവർ 3 പേര് ഇരുന്ന് ടൈപ്പ് ചെയ്ത് എന്താ, അതിൻ്റെ രഹസ്യ സ്വഭാവം ഒരു നിലക്കും പുറത്തു പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ അവർ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് ഇരയാക്കപ്പെട്ടവർക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളിപ്പോൾ കോടതിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് സ്മൃതിക്ക് അറിയുമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഒരാളെ പോലും അതായത് ആ കേസ് ക്രോസ് ചെയ്യുന്ന വക്കീലിനെയും എതിർഭാഗത്തിൽ അഭിഭാഷകനും കോടതിയിൽ റെക്കോർഡ് ചെയ്യേണ്ട സ്റ്റാഫും അല്ലാതെ വേറെ ഒരാൾ പോലും കോടതിയിലുണ്ടാവില്ല. മുഴുവൻ ആളും കോടതിയിൽ നിന്ന് പുറത്താക്കും, വക്കീലന്മാരടക്കം. അത്രയും രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി നമുക്ക് കിട്ടില്ല. പോക്സോയിലെ സർട്ടിഫൈഡ് കോപ്പി നമുക്ക് കിട്ടില്ല. അതിന് ചെയ്യുന്നതിന് അത്രയും രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ഹേമ ആവർത്തിച്ച് ഗവൺമെന്റിനോട് പറയുന്നത് ഇതിൽ ഒരു ഇരയാക്കപ്പെട്ട ആളുടെയോ ഒരു രഹസ്യ സ്വഭാവം പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് അതുകൊണ്ടാണ് അവർ ഇത് കേസെടുക്കുന്ന നിർദ്ദേശം അവർ പറയാതിരുന്നത്. അവർ കേസെടുക്കുന്ന ഒരു നിർദ്ദേശം ജസ്റ്റിസ് ഹേമ കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. ഇത് സ്മൃതി പറഞ്ഞപ്പോൾ തീർച്ചയായും അങ്ങനത്തെ കാര്യത്തിൽ ഗവൺമെന്റ് ഭാഗത്ത് വീഴ്ച സംഭവിച്ചെങ്കിൽ തീർച്ചയായും ഈ ഗവൺമെന്റ് പഴിക്കപ്പെടുന്നത് തർക്കമൊന്നുമില്ല. നമ്മൾ ഈ ഗവൺമെന്റ് തിരുത്താനുള്ള കഴിവുള്ള ഒരു സമൂഹമല്ലേ നമ്മൾ. സോണിയ, ഈ പവർ ഗ്രൂപ്പിൽ ഒരു മന്ത്രിയുമുണ്ട് എന്നാണ് സംവിധായകൻ വിനയൻ പറഞ്ഞിരിക്കുന്നത്. ഇതേക്കുറിച്ച് എന്താണ് സോണിയയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഉണ്ട്. സോണിയയ്ക്കും ഉറപ്പാണ്? അതെ. അപ്പൊ പവർ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഭരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പിന്റെ പേരുകൾ പുറത്തേക്ക് വരിക? അത് ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടി പറയൂ സോണിയ. കാരണം സോണിയയുടെ അച്ഛൻ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞ് സിനിമാ മേഖലയിൽ നിന്ന് വാർദ്ധക്യകാലത്ത്, അവസാന കാലത്ത് സിനിമാ മേഖലയിൽ നിന്നും വലിയ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച വ്യക്തിയാണ്. അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. ആ തുറന്നു പറച്ചിലിന് പിന്നാലെ അദ്ദേഹത്തിന് സിനിമകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അന്ന് തിലകനെ ഒറ്റപ്പെടുത്തിയവരിൽ പെട്ടവർ തന്നെയാണ് ഈ പവർ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉള്ളത്, അല്ലേ? കേൾക്കുന്നില്ല കേട്ടോ. സോണിയ, കേൾക്കാമോ?
സോണിയ കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത്, അന്ന് തിലകനെ ഒറ്റപ്പെടുത്തിയവരിൽ തന്നെയാണ് ഇന്നും പവർ ഗ്രൂപ്പിൽ തുടരുന്നത്. ഈ പറഞ്ഞ മന്ത്രി അടക്കം. താങ്കൾ പറയുന്നത് മന്ത്രി ഉണ്ടെന്ന് ഉറപ്പാണെന്ന്. അപ്പോൾ ആ മന്ത്രി അടക്കമാണ് അന്നും ഇന്നും പവർ ഗ്രൂപ്പിലുള്ളത് അല്ലേ? മറ്റു പലരും ഉണ്ട്, അദ്ദേഹം മാത്രമല്ല. അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പേരുകളൊന്നും ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. താനടക്കമുള്ള പേരുകൾ പുറത്തു വരണമെന്ന് ഒരിക്കലും ഒരു മന്ത്രി ആഗ്രഹിക്കില്ലല്ലോ. അല്ല, ഇപ്പം ഈ 65 പേജുകൾ മാറ്റി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജസ്റ്റിസ് ഹേമ ലെറ്റർ അയച്ചത് പ്രകാരമെന്ന് പറയുന്നു. ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നതിന് എന്തെങ്കിലും ഒരു നിയമസാധുതയുണ്ടോ? വൺസ് അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് കൊടുക്കാമല്ലോ. അപ്പം അത് മാറ്റി വെക്കണമെന്ന് അങ്ങനെ ഒരു പിന്നീട് ഒരു ആവശ്യം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ ഈ പവർ ഗ്രൂപ്പിൻ്റെ ഒരു ഇടപെടലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു കത്ത് നിങ്ങൾ തരണം, ഔദ്യോഗികമായി തന്നെ ഒരു കത്ത് വേണ്ടതുണ്ട് അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വിടാതിരിക്കാം അതിനുവേണ്ടി. ഇവരുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഈ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു കമ്മിറ്റി മാത്രമാണ്. ആ കമ്മിറ്റിയെ ഈ കാര്യങ്ങൾ പഠിക്കാൻ ഏൽപ്പിക്കുന്നു. അത് വിശദമായി പഠിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഈ സിനിമാ മേഖല വൃത്തിയാക്കാമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇരകളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നു. WCC എന്ന സംഘടനയുടെ ഇടപെടലിനെ കുറിച്ച് എടുത്തു പറയുന്നു. WCC എന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് സിനിമ ലഭിക്കാതിരുന്നതിനെ കുറിച്ച് എടുത്തു പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മിറ്റിയെ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? ആ കമ്മിറ്റിയെ സംശയിക്കുന്നില്ല. ആ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ആണോ എന്ന് അന്വേഷിക്കാൻ, അതിനെതിരെ കേസെടുത്ത് അന്വേഷിക്കാമല്ലോ. ഇപ്പം അതല്ല, അതിൽ ഒരു അഡ്വൈസ് ഇല്ല, അതായത് കേസ് എടുക്കണമെന്ന് അഡ്വൈസ് ഇല്ല, ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്നത് എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നതെന്ന് റിപ്പീറ്റഡായിട്ട് പറയുമ്പം എന്തോ എവിടെയോ ഒരു ദുരൂഹത പോലെ തോന്നുന്നു. പുറത്തു വരാത്ത പേജുകളിൽ കേസെടുക്കണമെന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പല ഒഫൻസുകളും പുറത്തു വരാത്ത പേജിൽ കേസെടുക്കണമെന്ന് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് അത് പുറത്തു വിടുകയും അതിൽ ഒഫൻസ് ചെയ്തിട്ടുള്ളവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും തന്നെയാണ് ഈ ഒരു അവസരത്തിൽ വേണ്ടത്. അറ്റ്ലീസ്റ്റ് അത് അന്വേഷിക്കാമല്ലോ. അപ്പോൾ ഇതിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് റിപ്പോർട്ട് മാറ്റി വയ്ക്കുന്ന ഒരു പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആധികാരികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഇപ്പം ഇവിടെ ഇതിലിരിക്കുന്നത് കൊണ്ട്. ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജിൻഡോ, ഇപ്പോൾ പവർ ഗ്രൂപ്പിൽ മന്ത്രിയുണ്ട് എന്നുള്ള ഒരു പ്രതികരണം ആദ്യം നടത്തിയത് വിനയനാണ്. ഇപ്പോൾ അത് മന്ത്രിയുണ്ട് എന്നും അത് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സോണിയ പറയുന്നത്. ജിൻഡോയ്ക്ക് എങ്ങനെയാണ് പറയാനുള്ളതിനോട്? അല്ല, ഈ റിപ്പോർട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന ആളുകൾ അവർ പോയി സീരിയൽ രംഗത്ത് അഭിനയിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇതിനെ നിയന്ത്രിക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റ് ആരാ, അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സംസ്ഥാന മന്ത്രിസഭയിലുള്ള KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. അദ്ദേഹം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം എടുത്ത നിലപാടും ഈ മന്ത്രിസഭയിൽ ഉള്ള മുന്നണിയിലുമുള്ള മന്ത്രിയും MLAയും അടക്കം ആളുകൾ മറുപടി പറയണം. അവർ കേവലം സിനിമാ നടന്മാരോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ മാത്രമല്ല, അവർ ഈ ജനപ്രതിനിധികളാണ്, മന്ത്രിമാരാണ്, ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആളുകളാണ്. അവർക്ക് സിനിമാ മേഖലയോട് മാത്രമല്ല കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കേണ്ടത്, പൊതുജനങ്ങളോട് കൂടി ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഈ സർക്കാരിൻ്റെ നിലപാട് ഇത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. WCC എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പഠനം ഉണ്ടാകില്ല, ഇങ്ങനൊരു ചർച്ച ഉണ്ടാകില്ല. ഒരു യുവനടി വഴിയിൽ ആക്രമിക്കപ്പെട്ട പ്രശ്നം അവിടെ തന്നെ തീരുമായിരുന്നു. PT തോമസിനെ പോലെ ഒരു നേതാവ് ശക്തമായിട്ട് പിന്തുണ കൊടുത്തതുകൊണ്ട്, അന്ന് പാതിരാത്രിക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അത് അങ്ങനെ ഒരു വാർത്തയായതുകൊണ്ട്, അല്ലെങ്കിൽ അതും തമസ്കരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നല്ലോ. ഇവിടെ ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ലെങ്കിൽ ആ യുവനടിയുടെ രഹസ്യ വീഡിയോസ് അടങ്ങിയിരിക്കുന്ന ആ പെൻഡ്രൈവ് കാണാൻ വേണ്ടിയിട്ട് കോടതി മുറിയിൽ പോലും ഒളിഞ്ഞും തെളിഞ്ഞും കണ്ടിരുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടിയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയത്? രാജ്യത്തെ കോടതികൾ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭയത്തിന് അതീതമായിട്ട് ഇവർക്കൊന്ന് സംസാരിക്കാൻ ശേഷി കൊടുക്കേണ്ടത് സർക്കാരിന്റെ നിലപാടുകൾ കൊണ്ടാണ്. അല്ലാതെ ഇരകളോട് നിങ്ങൾ പരാതിപ്പെടൂ, അതാ സർക്കാർ കൂടെയുണ്ട് എന്ന വാക്ക് എന്ത് ധൈര്യമാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം സർക്കാർ നന്നായി ചിന്തിക്കേണ്ടതാണ്. ഇതിന്മേലൊരു പുനർവിചിന്തനം നടത്തേണ്ടതാണ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ഡോക്ടർ വിനീത് കുമാർ, ഡോക്ടർ ജിൻഡോ ജോൺ, പ്രൊഫസർ MN കാരശ്ശേരി,
ഗായത്രി വർഷ, സോണിയ തിലകൻ, അഡ്വക്കേറ്റ് സി ഷുക്കൂർ ചർച്ചയിൽ പങ്കെടുത്തേന്.